അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇമാം നവവിയുടെ ഒരു ചെറിയ പുസ്തകമാണ് അൽ അർബഊന നവവിയ്യ. അതാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. അതിലെ ആദ്യത്തെ ഹദീസാണ് ചർച്ച ചെയ്യുന്നത്. ഈ ഹദീസ് ഇന്നമൽ അമാലു ബിന്നിയാത്ത് എന്ന ഹദീസാണ്. ഇതിനെപ്പറ്റി ഒരുപാട് വിശദീകരണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് കുറേ വിശദീകരണങ്ങൾ. ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള വിശദീകരണങ്ങളിൽ ഒരു 12 കാര്യം ഞാനിപ്പോൾ പറയാം. അധികമൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് വിശദീകരിക്കുക. അപ്പോൾ ഹദീസിനെ പറ്റി വന്ന ഒരു 12 കാര്യങ്ങൾ. അപ്പോൾ ആദ്യം ഇമാം നവവി ക്രോഡീകരിച്ചതായതുകൊണ്ട് അദ്ദേഹത്തെ പറ്റി 2 വാക്ക്. അതാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം. ഷാഫി മദ്ഹബിൽ വളരെ പരിഗണനീയമായ ഒരു ഇമാമാണ് ഇമാം നവവി. 2ാം ഷാഫി എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മാത്രമല്ല ആ മദ്ഹബിൽ വളരെയേറെ കനപ്പെട്ട ഗ്രന്ഥങ്ങൾ എഴുതിയ ആളാണ് അദ്ദേഹം. എല്ലാ മേഖലയിലും എഴുതിയിട്ടുണ്ട്. ഭാഷയെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്. തഹ്ദീബുൽ ലുഗാത്ത് എന്നതാണ് തഹ്ദീബുൽ അസ്മാ വൽ ലുഗാത്ത് എന്നൊരു പുസ്തകം. അപ്പോൾ ഭാഷയിലും എഴുതിയിട്ടുണ്ട്, അറബി ഭാഷയുമായി ബന്ധപ്പെട്ട കാര്യം. അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രധാന പുസ്തകങ്ങളിൽ ചിലതൊന്ന് സഹീഹ് മുസ്ലിമിൻ്റെ ശറഹാണ്. ഇന്നും അത് തന്നെയാണ് അംഗീകരിക്കണം. നമുക്കറിയാം ഇമാം ബുഖാരിൻ്റെ ഫത്ഹുൽ ബാരി വളരെയേറെ പ്രസിദ്ധമാണ്. അതുപോലെ സഹീഹ് മുസ്ലിമിൻ്റെ ശറഹ് ആലോചിക്കുമ്പോൾ ആദ്യമായിട്ട് വരിക ഇമാം നവവിയുടെ ശറഹാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ അൽ മജ്മൂ ശറഹുൽ മുഹദ്ദബ് എന്ന വേറൊരു ബൃഹത്തായ ഗ്രന്ഥം. പിന്നെ റിയാദുസ് സ്വാലിഹീൻ, അതുപോലെ റൗളത്തുൽ താലിബീൻ, ഉംദത്തുൽ മുഫ്തീൻ, അതുപോലെ അൽ മിൻഹാജ്, പിന്നെ അത്തിബിയാൻ ഫി ആദാബി ഹമലത്തിൽ ഖുർആൻ, അൽ അദ്കാർ, അതുപോലെ അൽ ഈളാഹു, അങ്ങനെ കുറേ പുസ്തകങ്ങൾ. ഇതുപോലെ നമ്മൾ ഇപ്പോൾ പറയുന്ന അൽ അർബഊന നവവിയ്യ. അപ്പോൾ ഗ്രന്ഥങ്ങൾ പലരും എഴുതും, പക്ഷെ അതൊന്നും അങ്ങനെ ലോകത്ത് ശ്രദ്ധിക്കപ്പെടില്ല. അപ്പോൾ അതിനെപ്പറ്റി അതിൻ്റെ ഒരു വിശദീകരണം എഴുതിയ ആളാണ് ആധുനിക പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഷേഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ എന്ന മഹാപണ്ഡിതൻ. അദ്ദേഹം പറയാണ്, അന്നഹു മിൻ അഖ്ലസിൻ നാസി ഫി തഅലീഫ്, ഗ്രന്ഥരചനയിൽ ഏറ്റവും ഇഖ്ലാസ് ഉള്ള ഒരാളായിരുന്നു അദ്ദേഹം. കാരണം അദ്ദേഹം പറയണേ, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ ലോകത്താകെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അത് ഇഖ്ലാസിൻ്റെ ഒരു തെളിവായിട്ടാണ് പറയുന്നത്. ഇതൊരു ഉദാഹരണം പറയുമ്പോൾ റിയാദുസ് സ്വാലിഹീൻ ഇല്ലാത്ത പള്ളികളില്ല എന്ന് അദ്ദേഹം പറയുന്നത്. എത്ര ആൾക്കാരത് ഉപയോഗിക്കുന്നുണ്ട്. ഖത്തീബുമാരൊക്കെ അവലംബിക്കുന്ന ഒരു ഗ്രന്ഥമാണ് റിയാദുസ് സ്വാലിഹീൻ. അപ്പോൾ അദ്ദേഹം ക്രോഡീകരിച്ചത് ഇന്നും ആൾക്കാർ അതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇതൊക്കെ എന്താണ്, അദ്ദേഹത്തിൻ്റെ അമലൊക്കെ സ്വീകരിച്ചു എന്നതിൻ്റെ ഒരു തെളിവാണ്. പിന്നെ അദ്ദേഹം വളരെ പെട്ടെന്ന് അധികം കാലം കൂടെ ജീവിച്ചിട്ടില്ല. 631 ജനിച്ച ആൾ 676 മരിച്ചിട്ടുണ്ട്. അപ്പം എത്രയാണ്, 45 വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിന്. പക്ഷേ 100 കൊല്ലം ജീവിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളെ പറ്റി ഒരു പണ്ഡിതൻ പറഞ്ഞത്, ലോ ഖസ്സമ അദദ സഫഹാത്ത് അല്ലതി സത്തറഹ ഖലമുഹു
അദ്ദേഹത്തിൻ്റെ പേന കൊണ്ട് അദ്ദേഹം എഴുതിയ പേജുകൾ ഒന്ന് വിഭജിച്ചാൽ അലാദവി അയ്യാമി, അദ്ദേഹം ഇപ്പോൾ 45 വർഷം അവിടെ ജീവിച്ചു പറയുമ്പോൾ ദിവസം നമുക്ക് കിട്ടില്ല, എത്ര ദിവസം ജീവിച്ചു. അപ്പോൾ ആ ദിവസത്തിലേക്ക് ഡയറിച്ചാൽ ഒരു ദിവസം 45 പേജ് എഴുതിയിട്ടുണ്ടാവും. കാരണം പുസ്തകം നമ്മുടെ മുമ്പിലുണ്ട്. അദ്ദേഹം മരിച്ച കൊല്ലം നമുക്കറിയാം, എത്ര കൊല്ലം അവിടെ ജീവിച്ച് നമുക്കറിയാം. അപ്പോൾ ഒരു ദിവസം 45 പേജ് എഴുതണം. അപ്പോൾ എന്തൊരു ബർക്കത്താണ് അദ്ദേഹത്തിൻ്റെ സമയത്തിന് കിട്ടിയിട്ടുള്ളത്. അതാണെങ്കിൽ ആർക്കും വേണ്ടാത്ത ഗ്രന്ഥങ്ങളല്ല, മറിച്ച് ലോകം മുഴുവനും വായിക്കപ്പെടുന്ന ഒരു പുസ്തകം. അതാണ് ഗ്രന്ഥങ്ങൾ. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്കൊന്നും ഇതുപോലൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതിങ്ങനെ ചിലത് ലോകത്ത് ചില അത്ഭുതങ്ങൾ അങ്ങനെ ഉണ്ടാവുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുക, നമ്മളെ പരമാവധി നമ്മൾ ചെയ്യുക, ഇവരിലും ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ നോക്കുക. ഇതൊക്കെയാണ് നമുക്കുള്ള പണി. എന്നാൽ ചിലപ്പോൾ അവരെ കൂടെയൊക്കെ എത്തും. ഇങ്ങനെയാണ് അൽമറു മാമൻ അഹബ്ബ എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ആരെയാണ് സ്നേഹിച്ചത് ഓരോ കൂടെ സ്വർഗത്തിലായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി അനസ് ബിൻ മാലിക് ഒരിക്കൽ പറഞ്ഞത് എന്താ, ഞങ്ങളുടെ സന്തോഷം എത്ര, ഇത് കേട്ടപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു ദിവസമായിരുന്നു. കാരണം എന്താ, നബി തിരുമേനി പറയാണ്, അയാൾ ആരെയാണോ ഇഷ്ടപ്പെട്ട അവരെ കൂടെ. ഇത് ചിലർ ദുർവ്യയം ചെയ്യില്ല കേട്ടോ. ഇത് ഒരു അമലും ചെയ്യാതെ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം, അങ്ങനെയല്ലത്. നമുക്ക് ഇവരെ സഹാബിയുടെ 4000 പോലെ നമുക്ക് എത്താൻ കഴിയും. പിന്നെ റസൂലിൻ്റെ അടുത്ത് എന്തായാലും എത്തൂലല്ലോ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അവരെ ജീവിതം പഠിക്കണം, അവരെ ഇഷ്ടപ്പെടണം, അവരെ ആദർശം എന്താ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കണം. അവരെ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ള അമലുകളൊക്കെ ചെയ്യണം. അങ്ങനെ ചെയ്താൽ നമുക്ക് അവരെ കൂടെ എത്താം എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ നബിയെ ഇഷ്ടപ്പെടുന്നു, അബൂബക്കർ സിദ്ദീഖിനെ ഇഷ്ടപ്പെടുന്നു, ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടപ്പെടുന്നു, അർജുൻ അപ്പുനമാവും ബിഹുബി ഇയ്യാഹു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ. അതുകൊണ്ട് ഞാനും അവരെ കൂടെ സ്വർഗത്തിലെത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സഹാബത്തിൻ്റെ ചരിത്രം പഠിക്കണം, നബിയുടെ ഹദീസ് വായിക്കണം. അപ്പം അങ്ങനെ ഇഷ്ടം വരും. അതുപോലെ ചെയ്ത കാര്യം അടിത്തറകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. 5 നേരത്തെ നിസ്കാരം, അവരെ അഖീദയിൽ കുഴപ്പം വരാതിരിക്കുക, അത്തരം ദീനേറ്റ് ഇങ്ങനെ മുമ്പോട്ട് പോവുക. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഈ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒരു വിഷയം. വലിയ വലിയ ആൾക്കാരെ ഞാൻ പറഞ്ഞു, അവർ കുറച്ച് കാലം ഇവിടെ ജീവിച്ചിട്ടുണ്ടാവണം, പക്ഷെ ഒരുപാട് സംഭാവനകൾ. സാധാരണ പറയുന്നത് എത്ര വർഷം ജീവിച്ചു എന്നല്ല, എന്ത് വർഷിച്ചു എന്നാണ് നോക്കേണ്ടത്. അപ്പം നമ്മളൊക്കെ നോക്കണം, നമ്മളിവിടെ എന്താണ് വർഷിക്കുന്നത്. മുസ്തഫ ഉമൈറിനെ പറ്റി പറയുന്നില്ല. അദ്ദേഹം 1 കൊല്ലം കൊണ്ട് മദീനയിൽ ഇസ്ലാം എത്തിച്ചു. മദീന കണ്ട് ശരിയാക്കിയെടുത്തു, 1 കൊല്ലം. അപ്പോൾ അവരൊക്കെ സമയത്തിൻ്റെ ബർക്കത്ത് അങ്ങനെ കുറേ ഉണ്ട്. സഅദ് ബിൻ മുആദിനെ പോലെ 36 വയസ്സിലാണ് സഅദ് മരിച്ചത് തോന്നുന്നുണ്ട്. പക്ഷെ അവരൊക്കെ ചെയ്ത് വെച്ച് അർശുർ റഹ്മാൻ, സഅദ് മരിച്ചപ്പോൾ റബ്ബിൻ്റെ അർശ് ചലിച്ചു പ്രകമ്പനം കൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഹദീസ് കാണാൻ പറ്റും. അപ്പോൾ അവരൊക്കെ കിട്ടിയ സമയം ഓരോ നിമിഷവും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു എന്നല്ലേ അർത്ഥം. അപ്പോൾ ഏതായാലും ഇമാം നവവി 45 കൊല്ലം ജീവിച്ചിട്ടുള്ളൂ. അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങളൊക്കെ മുസ്ലിം ലോകത്ത് സുപരിചിതമാണ്. അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങളുടെ പേജ് എണ്ണിയാൽ ഒരു ദിവസം 45 പേജ് എഴുതിയിരിക്കണം. അപ്പോൾ നവവിയെ പറ്റി കുറച്ച് പറഞ്ഞു, വളരെ ചുരുക്കി പറയും. ഇനി രണ്ടാമത്തെ കാര്യം, ഹദീസിന് അർത്ഥം പറയില്ല. രണ്ടാമത്തെ കാര്യം ഹദീസ് ഇങ്ങനെയാണ്. ആദ്യത്തെ ഹദീസ് അൽ-അർബഊന നവവിയ, നവവി ക്രോഡീകരിച്ച 40 ഹദീസുകളിൽ ഒന്നാമത്തെ ഹദീസ്. 42 ഹദീസ് ഉണ്ട്, പക്ഷെ അതിൽ നിന്ന് ചില്ലറ വരുമ്പോൾ 40ലേക്ക് കൂട്ടി പറഞ്ഞതാണ്. എൻ അമീരുൽ മുഅ്മിനീൻ അബി ഹഫ്സ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അമലുകളൊക്കെ നിയ്യത്തുകളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടുന്നത് നമ്മുടെ നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ഏതൊരു മനുഷ്യനും അവർ എന്താണോ നെയ്യത്ത് വെച്ചത് അതുണ്ടായിരിക്കും. എന്താണോ നെയ്യത്ത് വെച്ചത്
അതുണ്ടാകും. ഫമൻ കാനത്ത് ഹിജ്റത്തു ഇലല്ലാഹി വറസൂൽ, ഇനി ഒരുത്തൻ്റെ ഹിജ്റ അള്ളാഹുവിലേക്കും വറസൂൽ അവൻ്റെ ദൂതനിലേക്കുമാണെങ്കിൽ ഫഹിജ്റത്തു ഇലല്ലാഹി വറസൂലി, അപ്പോൾ അയാളുടെ ഹിജ്റ അള്ളാഹുവിലേക്കും അവൻ്റെ ദൂതനിലേക്കും ആയിരിക്കും. ഇനി വമൻ കാനത്ത് ഹിജ്റത്തു, ഇനി ഒരുത്തൻ്റെ ഹിജ്റ ലിദുന്യ, ഒരു ദുനിയാവിനാണ് എന്ന് വെക്കുക, യുസീബുക, അത് അയാൾക്ക് ലഭിക്കും. അവ ഇമ്രാത്തിന്, അല്ലെങ്കിൽ ഒരു സ്ത്രീയിലേക്കാണ് എങ്കിൽ യൻകിവ, അയാൾക്ക് വിവാഹം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഒരു സ്ത്രീയിലേക്കാണ് യാത്രയെങ്കിൽ, ഹിജ്റയെങ്കിൽ ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അയാൾ എന്തിലേക്കാണോ ഹിജ്റ പോയത് അതിലേക്കാണ് അയാളുടെ ഹിജ്റ. റവാഹു ഇമാമ അൽ മുഹദ്ദിസീൻ, മുഹദ്ദിസുകളുടെ 2 ഇമാമുകൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത് എന്ന് പറഞ്ഞാൽ ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പം ഈ ഹദീസിനെ പറ്റി പറഞ്ഞത്, ആദ്യം ഇത് റിപ്പോർട്ട് ചെയ്തത്, മൂന്നാമത്തെ കാര്യം പറഞ്ഞു, ഇത് ഹദീസ് റിപ്പോർട്ട് ചെയ്തത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവാണ്. അബൂബക്കർ സിദ്ദീഖ് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും വലിയ നന്മകൾ എന്ന് പറയാവുന്ന ഒരു നന്മയാണ് തനിക്ക് ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയാക്കി എന്നുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു നന്മയാണ്. അപ്പം അദ്ദേഹം തിരഞ്ഞെടുത്തത് അതിന് ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തിയെയാണ് തനിക്ക് ശേഷം ഖലീഫയായിട്ട് തിരഞ്ഞെടുത്തത്. അദ്ദേഹത്തെ പറ്റി ഇമാം ഇബ്ൻ അബ്ദുൽ ബർ പറയാണ്, കാരണം ഇസ്ലാം മുഅസ്സൻ, അദ്ദേഹത്തിൻ്റെ ഇസ്ലാം ഒരു പ്രതാപമായിരുന്നു. അപ്പം അദ്ദേഹം ഇസ്ലാമിലേക്ക് വേണ്ടി നമുക്ക് രഹസ്യമായിട്ടായിരുന്നു ദഅവത്തുണ്ടായിരുന്നു. അദ്ദേഹം നമുക്ക് പരസ്യമാകും. നമ്മളെന്തിനാണ് രഹസ്യമായിട്ട് ഇങ്ങനെ നിൽക്കണേ, നമുക്ക് പരസ്യമായിട്ട് അറിഞ്ഞുകൂടെ. എന്നിട്ട് അദ്ദേഹം തന്നെ കഅബ തവാഫ് ചെയ്യാൻ മുസ്ലിങ്ങളെ ക്ഷണിച്ച് കൊണ്ടുപോയതൊക്കെ കാണാൻ പറ്റും. ഒരു ധൈര്യം കിട്ടിയെല്ലാവർക്കും. അപ്പം അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങളൊന്നും ഇപ്പോൾ അവിടെ പറയുന്നില്ല, അതെല്ലാം ഇപ്പം നമ്മളെ വിശ്വസിക്കും. പക്ഷെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് ചോദിച്ച് ഒരുപാട് ആയത്തുകൾ വന്നിട്ടുണ്ട്. അദ്ദേഹം തന്നെ വാഫഖനി റബ്ബി, എൻ്റെ റബ്ബ് എന്നോട് യോജിച്ചു എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറയും. അദ്ദേഹം ഇവിടെ ഒരു കാര്യം പറയും, ചിലപ്പോൾ നബിയെ സംഭവിച്ചിട്ടുണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവും ചിലത്. ഉദാഹരണം, പിന്നെ ബദർ യുദ്ധത്തിലെ ബന്ധനസ്ഥരെ എന്ത് ചെയ്യണം ചർച്ച ചെയ്ത് അവർ സിദ്ദീഖിന്റെ അഭിപ്രായം പറഞ്ഞു, നബിക്കും അഭിപ്രായം. പക്ഷെ ഉമർ റളിയല്ലാഹുവിന്റെ അഭിപ്രായത്തോടാണ് ആയത്തിറങ്ങിയത്, എന്നോട് ചോദിച്ചിട്ടാണ് ആയത്തിറങ്ങിയത്. അങ്ങനെ ചിലതൊക്കെ അദ്ദേഹം ഇങ്ങനെ എണ്ണി പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭരണകാലം 10 വർഷവും 5 മാസവും എന്നായി. 10 വർഷം 5 മാസം. രക്തസാക്ഷിയായിട്ടാണ് മരിച്ചത്. അബൂലുഹുലത്തിൽ എന്ന മജൂസിയാണ്, അഗ്നി ആരാധകനാണ് അദ്ദേഹത്തെ കൊത്തിക്കൊലപ്പെടുത്തിയത്. അദ്ദേഹത്തിന് മരിക്കുമ്പോൾ വയസ്സ് 63. ഞങ്ങളത് ചുരുക്കി പറഞ്ഞു. ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആദ്യത്തെ ഇമാം ബുഖാരിന്റെ 1ാമത്തെ ഹദീസാണ്. അപ്പോൾ ഇമാം ബുഖാരി ആദ്യമായി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസാണല്ലോ നമ്മൾ ചർച്ച ചെയ്യണം. ഈ ഹദീസിന്റെ സ്ഥാനം പണ്ഡിതന്മാർ പറഞ്ഞതിൽ കുറച്ച് ഭാഗം ഞാൻ കേൾപ്പിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. അത് നമ്മളിങ്ങനെ പറയില്ല, ഞാൻ ഇമാമിങ്ങളുടെ വാക്ക് ഇതിങ്ങനെ ഞാൻ പറഞ്ഞത് ഇതിനെ ചുറ്റിപ്പറ്റി കുറേ പറഞ്ഞതിൽ 12 എടുത്ത് കൊണ്ടുവന്നതാണ് ഞാൻ. അതിൽ ഇമാം അബ്ദുറഹ്മാൻ ബിൻ മഹ്ദി പറയണം, ലോ സന്നഫ്തു കിതാബൻ ഫിൽ അബ്വാബ്, വ്യത്യസ്ത അധ്യായങ്ങളിൽ ഞാനൊരു ഗ്രന്ഥം രചിക്കുകയാണെങ്കിൽ ലജഅൽതു ഹദീസ ഉമർ ബിനുൽ ഖത്താബ് ഫിൽ അഅ്മാൽ ബിന്നിയാത്ത് ഫി കുല്ലി ബാബ്, എല്ലാ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ ഈ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് വെക്കും. അതായത് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസ് വെക്കും ഞാൻ. എന്നിട്ട് എല്ലാവരോടും അദ്ദേഹം പറയണം, മൻ അറാദ അൻ യുസന്നിഫ കിതാബ്, ഒരു ഗ്രന്ഥം എഴുതണമെന്ന് ആരെങ്കിലും ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫൽയബ്ദ ബിഹദീസ് അൽ അഅ്മാൽ ബിന്നിയാത്ത്, ആരെങ്കിലും പുസ്തകം എഴുതാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആദ്യം ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസ് വെച്ച് തുടങ്ങട്ടെ എന്ന് ഇമാം അബ്ദുറഹ്മാൻ ബിൻ മഹ്ദി ഒരിക്കൽ പറയണ്ടേ. ഇവർക്ക് വലിയ ഇമാമികളാണ്. ഇനി ഇമാം ഷാഫി, പിന്നെ മദ്ഹബിലെ ഇമാമികളെ ഇമാം പേര് മനസ്സിലായി. അദ്ദേഹം പറയാണ്, ഹാദൽ ഹദീസ് സുലുസുൽ ഇൽം, ഇത് ഇൽമിന്റെ 1/3. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നത് ഇൽമിന്റെ 1/3.
വയദുഖുലു സബഈന ബാബൻ മിനൽ ഫിഖ്, ഫിഖിലെ 70 അധ്യായങ്ങളിൽ ഇത് പ്രവേശിക്കും. കുറേ നല്ലതിനാണ് സബഈന എന്ന് പറയുന്നത്, കുറേ എണ്ണത്തിന് പറയില്ല, ബാബിലും പ്രവേശിക്കുമെന്ന് ഉദ്ദേശം. ഇനി വേറൊരു ഇമാം, മദ്ഹബിൻ്റെ ഇമാമാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ. ഈ ഹദീസിനെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: ഉസൂലുൽ ഇസ്ലാം അലാ സലാസത്തി അഹാദീസ്, ഇസ്ലാമിൻ്റെ അടിത്തറ 3 ഹദീസുകളിലാണ്. എന്നിട്ട് വിശദീകരിക്കണം കേട്ടോ 3 എങ്ങനെയാണെന്നുള്ളത്. ഒന്ന് ഹദീസ് ഉമർ ഇന്നമൽ അമാൽ ബിന്നിയാത്ത് എന്ന ഹദീസാണ്. 3 അടിത്തറ, ഒരടിത്തറ അതാണ്. രണ്ടാമത്തെ അടിത്തറ ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസാണ്. മുൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്, ഈ ദീനിൽ അതില്ലാത്തതിൽ ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഹദീസ്. മൂന്നാമത്തെ ഹദീസ് നൗമാൻ ബിൻ ബഷീർ, നൗമാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹു എന്ന സഹാബിന്റെ ഒരു ഹദീസാണ്. നബി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അൽ ഹലാലു ബയ്യിൻ വൽ ഹറാമു ബയ്യിൻ എന്ന് പറഞ്ഞിട്ട് ഹദീസുണ്ട്. ഹലാല് വളരെ വ്യക്തമാണ്, ഹറാമ് വളരെ വ്യക്തമാണ്, എന്നാൽ വ്യക്തത ഇല്ലാത്ത അതിൻ്റെ ഇടയിൽ ചിലതുണ്ടാവും എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഹദീസാണ്. അപ്പോൾ അവ്യക്തത ഉള്ളത്, സംശയാസ്പദമായത് ഒഴിവാക്കാൻ വേണ്ടി പറയുന്നത് ഹദീസാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ അടിത്തറകൾ ഈ 3 ഹദീസിലൂടെ കടന്നു പോകുമെന്നാണ് പറയുന്നത്. അതിൻ്റെ വിശദീകരണം എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഒന്ന് അന്ന ദീനല്ലാഹി തബാറക വ തആല ഇന്നമാ ഹുവ ഫിഅലുൽ മഅ്മൂറ വ തർക്കുൽ മഹ്മൂറ. അള്ളാഹിൻ്റെ ദീൻ എന്താണ്? കുറേ കൽപ്പനകളും ചില വിരോധങ്ങളും. കൽപ്പനകൾ ചെയ്യുക, ഹറാമുകൾ ഒഴിവാക്കുക, അതാണല്ലോ ദീൻ. അള്ളാഹിൻ്റെ ദീന് കുറേ കൽപ്പനകളാണ്, കുറേ വിരോധങ്ങളാണ്. പിന്നെ വത്തിക്കാലിൽ മുത്തശാബിഹ, പിന്നെ സംശയാസ്പദമായത് സൂക്ഷിക്കുകയും ചെയ്യുക, ഇതാണല്ലോ ദീന്. ഒക്കെ നമുക്കുടെ ജീവിതത്തിൽ വന്നു പോകണം. ചിലത് ഹറാമാണോ എല്ലാവരും നമുക്കൊരു സംശയം ഉണ്ടാവില്ല, ചില ആളുടെ കൽപ്പിച്ചെന്നൊരു സംശയം ഉണ്ടാവില്ല, ചിലത് ഹറാമാണോ ഹലാലാണോ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാകും. ഇതൊക്കെ തന്നെയാണ് ദീന് പറയുന്നത്. അപ്പോൾ ജുമിയദാരിക കുല്ലു ഫി ഹദീസിൻ നോമാൻ, ഇത് മുഴുവനും നോമാന്റെ ഹദീസിലുണ്ട്. അൽ ഹലാൽ ബയ്യിൻ വൽ ഹറാം ബയ്യിൻ എന്നത് ആ ഹദീസിൽ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. അള്ളാഹിന്റെ കൽപ്പനകൾ, വിരോധങ്ങൾ, അതാണ് ദീന്. ചിലത് സംശയാസ്പദമായതുണ്ടാവും, അതൊക്കെ നമ്മുടെ ദീനിൽ കാണുന്നതാണ്. അതാണ് ഒന്ന്. ഇനി ഈ കൽപ്പനകൾ, ഈ വിരോധങ്ങൾ, ഇതൊക്കെ പറഞ്ഞല്ലോ, ഇത് വല യതീമുദാരിക ഇല്ലാ ബി അംറൈൻ, ഇത് നമ്മളിൽ നിന്ന് പൂർത്തീകരിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ. നമ്മുടെ അടുത്ത് നിന്ന് പൂർത്തീകരിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ. ഇതൊക്കെ നമ്മൾ ചെയ്തു പറഞ്ഞ കാര്യം സ്വീകരിക്കപ്പെടണമെങ്കിൽ 2 കാര്യം. എന്തെന്നറിയോ? ഒന്ന് അൻ തകൂന സൂറത്തുൽ അല്ലാഹി മുവാഫിഖത്തൻ ലിസുന്ന, നമ്മൾ ചെയ്യുന്ന അമല് സുന്നത്തിനോട് യോജിച്ചു വരും, നമ്മൾ ദീനിനോട് യോജിക്കണം. നമ്മുടെ സംസ്കാരം നമുക്ക് എങ്ങനെയെങ്കിലും ചെയ്താൽ പോരല്ല, അതെങ്ങനെ റസൂൽ എങ്ങനെ കാണിച്ചു തന്നത് അതുപോലെ വേണം. അതിൽ നമ്മളെ കൂട്ടാനും പറ്റൂല, ഒന്നും എടുത്തു മാറ്റാനും പറ്റൂല. എല്ലാം അങ്ങനെയാണ്. ദീനിൻ്റെ വിഷയമൊക്കെ എങ്ങനെ റസൂൽ വരച്ച് കാണിച്ചത് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് നമ്മുടെ ഒഴിവാക്കാനും പറ്റൂല, അതിലേക്കൊന്ന് ചേർക്കാനും പറ്റൂല. ആ അടിത്തറ പറയാണ്. എന്ത്? ആയിഷ ബീവിന്റെ ഹദീസാണ് അടിത്തറ പറയുന്നത്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്, നമ്മുടെ ഈ കാര്യത്തിൽ ആരെങ്കിലും പുതുതായി ഒന്നുണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്, അത് തള്ളണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും പറയാം അമലുകൾ സ്വീകരിക്കാൻ 3 ഷർത്തുണ്ടെന്ന്. അതിലൊരു ഷർത്ത് മുത്താബഅത്തിന്. മുത്താബഅത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നിയ മാതിരി ആരാധനകളല്ല. നമുക്ക് പുതിയ നല്ലതല്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാകാനും പറ്റൂല. നല്ലതൊക്കെ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. കണ്ടാൽ നല്ലതാ തോന്നും, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റൂല. നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥനയല്ലേ, നല്ലതല്ലേ, അവിടെയൊക്കെ മുത്താബഅത്ത് വേണം. നബി എന്താ പഠിപ്പിച്ച അവിടെ തന്നെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ദീനിലെ റസൂൽ പഠിപ്പിച്ച് മാത്രം ചെയ്യാൻ പറ്റും, പഠിപ്പിക്കാത്ത ഒന്നും നോക്കാൻ പറ്റില്ല. അതാണ് മൻ അഹ്ദസ ഫീ അംരിനാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ് എന്ന് പറഞ്ഞു. അവർ 2 അടിത്തറകൾ നമ്മൾ പറഞ്ഞു. ഇനി മൂന്നാമത്തെ അൻ യകൂന ഫീ ബാത്തിനി, അപ്പോൾ അമലുകളുടെ പ്രത്യക്ഷ രൂപമൊക്കെ റസൂൽ പഠിപ്പിച്ച മാതിരി ആവണമെന്ന് പറഞ്ഞല്ലോ. ഇനി അത് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അതിൻ്റെ ഉൾപ്രേരണ എന്താണ്, അതിനനുസരിച്ച് കൂലിട്ടുള്ളൂ. നമ്മൾ കുറേ ആളുകൾ നിസ്കരിക്കുന്നുണ്ടാവും, നോമ്പെടുക്കുന്നുണ്ടാവും, കുറേ സൽക്കർമ്മങ്ങൾ ചെയ്യും, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടാവും, പലതുണ്ടാവും. പക്ഷെ അതിനൊക്കെ കൂലിട്ടെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. അവൻ്റെ ഉള്ളെങ്ങനെയാണ് നോക്കുക, അപ്പോൾ നോക്കുക, നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുക. അപ്പം നമ്മൾ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ഇതൊന്നും സ്വീകരിക്കൂല. അതാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. നമ്മുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുന്നത് നമ്മുടെ നിയ്യത്ത്, നമ്മുടെ മനസ്സിലിരിപ്പ് നോക്കിയിട്ടാണ്.
മറ്റേത് ആൾക്കാരുടെ മുമ്പിൽ നമുക്ക് എന്തും കാണിക്കാൻ പറ്റും, ആൾക്കാർ ചിലപ്പോൾ നല്ല അഭിപ്രായം പറഞ്ഞു വരും. പക്ഷെ നമ്മുടെ ഉള്ളിലിരിപ്പ് എന്താണ്? അതാണ് ഇപ്പം നിയ്യത്ത് എന്ന് പറയുന്നത്. അതിനനുസരിച്ചാണ്. അപ്പം 3 അടിത്തറ വളരെ ക്ലിയറായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞതാണ്. ഇതാണ് അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞത്. ഉസൂലുൽ ഇസ്ലാം അലാ സലാസത്തി അഹാദീസ്, ഇസ്ലാമിൻ്റെ അടിത്തറകൾ 3 ഹദീസുകളിൽ. അപ്പം ഈ 3 ഹദീസും ഈ 3 ഹദീസും ഇമാം നവവി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 3 ഹദീസ് ഇതിലുണ്ട്. ഒന്നാമത്തെ ഹദീസാണ് നമ്മളിപ്പോൾ സംസാരിക്കണം. അപ്പോൾ ഞാൻ 4 കാര്യം ഇതിനെപ്പറ്റി പറഞ്ഞു. ഒന്നതിൻ്റെ സ്ഥാനം ഞാൻ പറഞ്ഞു. ഇനി 5ാമത്തെ കാര്യം പണ്ഡിതന്മാർ ഷെയ്ഖ് ഇബ്നു ഉസൈമീന്റെ വാചകം ഞാൻ പറയാം. വൽ അജബ് അത്ഭുതം അന്ന ഹാദൽ ഹദീസ് ലം യർവി അൻ റസൂലില്ലാഹി ഇല്ലാ ഉമർ റളിയല്ലാഹു അൻഹു. അത്ഭുതകരമായ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഹദീസ് സഹാബികളുടെ കൂട്ടത്തിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ വില എത്രയാണ്? ഇത് വലിയൊരു മറുപടിയുണ്ട്. എന്താ മറുപടി? ചില ആൾക്കാർ പിൽക്കാലത്ത് വന്നിട്ടേ ഈ ഖബർ വാഹിദ് സ്വീകരിക്കാൻ പറ്റില്ല, ഖബർ വാഹിദ് സ്വീകരിക്കാൻ പറ്റില്ല. ഖബറുല്ലാഹിദാണെന്നുണ്ട്. ഹദീസ് ഘടകനെ വിഭജിക്കുമ്പോൾ മുത്തവാത്തറായ ഹദീസ്, മശൂറായ ഹദീസ്, അതുപോലെ മുത്തവാത്തറ അല്ലാത്തത്, അതിന് കുറേ പേരുണ്ട്. അപ്പോൾ മുത്തവാത്തറ അല്ലാത്ത ഹദീസ് മൊത്തത്തിൽ ഖബറുൽ ആഹിദ് എന്ന് പറയും. അപ്പോൾ മുത്തവാത്തറ പറഞ്ഞാൽ കുറേ സഹാബികൾ റിപ്പോർട്ട് ചെയ്തത്, അതിനാണ് മുത്തവാത്തറ എന്നറിയാം. ഒരു ഹദീസ് കുറേ സഹാബികൾ റിപ്പോർട്ട് ചെയ്യാം, അതിനുശേഷം കുറേ താബികൾ റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഹദീസുകൾ വളരെ കുറച്ചേ ഉള്ളൂ. വളരെ കുറച്ച് പറഞ്ഞാൽ 5% പോലും ഉണ്ടാവില്ല. അതിനേക്കാളും കുറവാണ് മുത്തവാത്തർ. ബാക്കിയൊക്കെ ഖബർ വാഹിദാണ്. അപ്പം ഈ പിൽക്കാലത്ത് മുഅ്തസിലുകളും മറ്റുമൊക്കെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഖബർ വാഹിദ് സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ്. അതിനൊക്കെ പണ്ഡിത ഇമാം ഷാഫിയൊക്കെ ഭയങ്കര മറുപടി കൊടുത്തിട്ടുണ്ട്, പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇത് വലിയൊരു മറുപടി എന്ന് പറയാൻ കാരണം ഇത് സ്വീകരിക്കാൻ പറ്റുമെന്നുള്ള ഏറ്റവും വലിയൊരു തെളിവാണ്. ഇത് എല്ലാ കിതാബിലും ആൾക്കാർ ആദ്യം ഏത് ഫിഖിന്റെ ചർച്ച എടുക്കണം നീയത്ത് പറയും, നീയത്തിനെ പറ്റി പറയും. എന്നിട്ട് ഇന്നമൽ അമാൽ ബിന്നിയാത്ത് എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഹദീസ് നമ്മൾ ഏത് ഹദീസ് അതിൻ്റെയൊക്കെ ആശയം അതിനെ ശക്തിപ്പെടുത്തുന്ന വേറെ ഹദീസുകൾ കുറേ ഉണ്ടാവുമല്ലോ. അപ്പം അതിന് നമ്മളതിന് ശവാഹിദ് എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഹദീസിൻ്റെ അതേ ആശയം ശക്തിപ്പെടുത്തുന്ന വേറെ ഹദീസുകളും ആയത്തുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ശവാഹിദുകളാണ്. അപ്പം ഈ കാര്യം നമ്മുടെ അമലുകൾ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സിലിരിപ്പ് നോക്കിയിട്ടാണ് എന്ന് സൂചിപ്പിക്കുന്ന എത്ര ആയത്തുകൾ ഹദീസുണ്ട്. ഉദാഹരണം തമാ ഉമിറു, അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഇത് ഞാൻ എന്തെങ്കിലും കൊടുക്കണ കാരണം ഇതിന് ശവാഹിദുൽ ഹദീസ് നമ്മൾ താഴെ കുറേ കൊടുക്കണേന്ന് കുറച്ചെടുത്ത് കേൾപ്പിക്കും. തമാ ഉമിറു, അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഇല്ലാലി അബ്ദുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം അള്ളാഹ്ക്ക് മാത്രമാക്കി പാത്തെടുക്കുക. അള്ളാഹ്ക്ക് മാത്രം, ഇഖ്ലാസ് പറഞ്ഞാൽ മാത്രമാക്കുക. അതല്ല പിന്നെ മലാമാൽ പിന്നിയത്തൊക്കെ ഏതൊരു അവർ റബ്ബിന് വേണ്ടി ചെയ്യുന്നു, റബ്ബിന് വേണ്ടി മാത്രം. അതിൽ വേറെ ആൾക്കാർ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ ആൾക്കാരെ പേടിച്ചിട്ടാണോ, അല്ലെങ്കിൽ ലോകമാന്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ ഇതൊന്നും ആൾക്കാർ കണ്ടോട്ടെ എന്ന് എന്തെങ്കിലുമൊക്കെ മനസ്സിലുണ്ടെങ്കിൽ അയമലാണ് പോയി കിട്ടും. അപ്പം ഇഖ്ലാസോടുകൂടി റബ്ബിന് വേണ്ടി മാത്രമാണ് ദീനിൽ നന്മയിൽ. അതുപോലെ വേറൊരു വചനം, മൻകാന യുരീദുൽ ഹയാത്ത ദുനിയ വസീനത്ത, ആരെങ്കിലും ഐഹിക ജീവിതമാണ് ആഗ്രഹിക്കുന്നത്, അതിൻ്റെ അലങ്കാരമാണെങ്കിൽ നോഫീൽ അത് കൊടുക്കും. പക്ഷേ അവർക്ക് പരലോകത്തൊന്നുമില്ല എന്ന് പറഞ്ഞ സൂറത്ത് ഹൂദിൽ ആ വചനം പറയണം. അങ്ങനെ കുറേ ഹദീസുകൾ ആ വിഷയത്തിലുണ്ട്. അതിലേക്ക് ഇപ്പോൾ ഞാൻ കയറുന്നില്ല. ഒരുപാട് ഹദീസുകളെ കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ നബിയോട് ചോദിച്ചു, ഒരാൾ ധീരനാന്നറിയപ്പെടാൻ യുദ്ധം ചെയ്യുന്നു, അതുപോലെ തൻ്റെ ധൈര്യം കാണിക്കാൻ അല്ലെങ്കിൽ വേറെ ആൾക്കാർക്കിടയിൽ അറിയപ്പെടാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നു, ആരാണ് അള്ളാന്റെ മാർഗത്തിൽ? അപ്പോൾ റസൂൽ പറഞ്ഞു, മൻ ഖാത്തലിത്തക്കൂന ഗരിമത്തുല്ലാഹിയല്ലില്ല, അള്ളാന്റെ ഗരിമ തീർന്നു നിൽക്കണം എന്ന ലക്ഷ്യത്തിൽ ആരും യുദ്ധം ചെയ്ത് അവനാണ് അള്ളാന്റെ മാർഗത്തിൽ. മറ്റുള്ളവരൊന്നും അള്ളാന്റെ മാർഗത്തിലല്ല എന്ന് പറഞ്ഞു. ഒരുപാട് ഹദീസ് കൊടുത്തൊക്കെ പ്രയോഗിവാക്കി ഈ ആശയം സൂചിപ്പിക്കുന്ന ആയത്തുള്ള ഹദീസ് പറയണം. ഇനി 6ാമത്തെ വിഷയം പറയണം. 6ാമത്തെ കാര്യം ഞാൻ ഈ ഹദീസുമായി ചുറ്റിപ്പുള്ള 6ാമത്തെ കാര്യം, അൽ മഖ്സൂദ് മിൻ ഹാദി നീയത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തമീസുൽ ഇബാദത്ത് മിനൽ ഇബാദത്ത്, നമ്മൾ ശീലമായി ചെയ്യുന്ന കുറേ കാര്യങ്ങൾ പതിവായി ചെയ്യണം, അതും ഇബാദത്തും തമ്മിൽ വേർതിരിക്കുക. അതുപോലെ തമീസുൽ ഇബാദത്ത് ബാദുഹാ മിൻ ബാദ്, ഇബാദത്തുകൾ തന്നെ പലതുണ്ട്, ആ പലതും അവർക്കിടയിൽ വേർതിരിവ്. അതൊക്കെ നീയത്ത് വഴിയാണ്. നീയത്ത് കൊണ്ട് അതൊക്കെ വേർപ്പെടും. ഉദാഹരണത്തിന് ആദ്യമാണ് തമീസുൽ ഇബാദത്ത് മിനൽ ഇബാദത്ത് എന്നല്ല, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളുണ്ട്, നമ്മളിങ്ങനെ പതിവായിട്ട് ചെയ്യുന്ന ഒരു വിഷയം.
അതും വിവാദം തമ്മിൽ വേർതിരിയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ നിയ്യത്തിലാണ്. ഇപ്പോൾ ഒരാൾ ഒരാൾ ഭക്ഷണം കഴിക്കുന്നു, ഷഹ്വത്തൻ, ആ ഭക്ഷണത്തോട് താല്പര്യമുള്ളത് കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. എന്തിനാ ഭക്ഷണം കഴിക്കുക? ഭയങ്കര ഇഷ്ടമാണ്, അതന്നെ, വേറൊന്നുമില്ല. എന്നാൽ വേറൊരുത്തൻ പറയണേ കുലുത്താമില്ല, അള്ള പറഞ്ഞിട്ടുണ്ട് കുലു വശം നിങ്ങൾ തിന്നുക, കുടിക്കുക. അപ്പം അള്ള പറഞ്ഞതാണ്, അത് തിന്നാതിരിക്കാൻ പറ്റൂല, എന്തെങ്കിലും കഴിക്കണം. അപ്പം അത് വിവാദത്തായി മാറും. രണ്ടാളും ഭക്ഷണം കഴിച്ചു, ഒരാളുടെ വിവാദത്താണ്, മറ്റൊരാൾക്ക് ഒരു കൂലിയും കിട്ടില്ല, അവരുടെ ശരീരത്തിന് ഗുണം കിട്ടിയിട്ടുണ്ട്. അതാണ് വ്യത്യാസം. അതുപോലെ രണ്ടാമത്തെ വിധാനമാണ് ഒരാൾ തണുപ്പ് കിട്ടാൻ വേണ്ടി കുളിക്കുന്നു. ഒരു തണുപ്പ് കിട്ടണം. എന്തിനാ കുളിച്ചത്? തണുപ്പ് കിട്ടണം, അതിനാ കുളിച്ചത്. വസാനി യഗ്തസിലു ബിൽമാഇ മിനൽ ജനാബ, വേറൊരുത്തൻ വലിയ അശുദ്ധി ഉണ്ടായി, അവനെ ശുദ്ധീകരിക്കാൻ വേണ്ടി കുളിക്കുകയാണ്. ഇത് ഈ ഭാഗത്താണ്, മറ്റേത് ഈ ഭാഗത്തല്ല. അത് അവൻ്റെ ഒരു പതിവാണ്. ആദ്യത്തെ ഒരു പതിവ്, രണ്ടാമത്തെ ഈ ഭാഗത്ത്. ഇനി ഒരുത്തന് വലിയ അശുദ്ധി ഉണ്ടായിരുന്നില്ല, ഇത് അയാളൊരു കുളത്തിൽ ചാടി, അയാൾ കുളിച്ചു. എന്നിട്ട് അയാൾ നിസ്കരിക്കാൻ പറ്റൂല. അയാൾ കുളിച്ചിട്ടുണ്ടൊക്കെ ശരി തന്നെ. പക്ഷേ വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്ന നെയ്യത്തോടു കൂടി കുളിച്ചിട്ടില്ലെങ്കിൽ അയാളുടെ ആദത്ത് മാത്രം, അയാൾ കുളിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പതിവുകളും ഇബാദത്തുകളും തമ്മിൽ വേർതിരിക്കൽ എവിടെയാണ്? നമ്മുടെ മനസ്സിലിരിപ്പിലാണ്, നമ്മുടെ നെയ്യത്ത് വെച്ചിട്ടാണ്. എന്നിട്ടിവിടെ ഇപ്പോൾ പൂർവികർ പറയുന്ന ഒരു വാചകം കൊടുക്കുന്നുണ്ട്. എത്ര ശ്രദ്ധേയമായ വാചകമായതുകൊണ്ട് കേൾപ്പിക്കുകയാണ്. എന്താ പറയുക? ഇബാദാത്ത് അഹ്ലുൽ ഗഫല, അശ്രദ്ധക്കാരുടെ ആരാധനകൾ ആയതാത്താണ്, അത് പതിവാണ്. പതിവ് ഇപ്പം നമ്മൾ പറഞ്ഞു, ഒരു കൂലി കിട്ടൂല, അതാണ് സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യം. എന്നാൽ ആയതാത്ത് അഹ്ലുൽ യഖ്ല, എന്നാൽ നല്ല ഉണർവുള്ള ആൾക്കാർ, ശ്രദ്ധിക്കുന്ന ആൾക്കാരുടെ പതിവ് തന്നെ ഇബാദാത്ത്, ആരാധനകളാണ്. ആ വേള കുടിക്കുകയാണെങ്കിലും ഭക്ഷണം കഴിക്കുക, ഏത് കർമ്മം ചെയ്യുകയാണെങ്കിലും അതൊക്കെ അതിനൊരു നല്ല ഉദ്ദേശം അയാൾക്കുണ്ടാകും, അതിന് കൂലി കിട്ടും. മറ്റ് വേറെ ചില നിസ്കരിക്കുന്ന കൊടുക്കുന്ന ഒരു സത്യം ഉണ്ടാവില്ല, ഒരു ജാതി ചടങ്ങ് കഴിക്കണ മാതിരി ഇങ്ങനെ ചെയ്യും, ഒരു നെയ്യത്തും ഉണ്ടാവില്ല, ചെയ്യണ ആരാധന ഇരിക്കുന്ന ആൾക്കാരെ കണക്കിൽ. പക്ഷെ അതൊരു ആദത്ത് എന്നുള്ളത് ഇങ്ങനെ വന്നു പോവാണ് എന്നാണ് പറയുന്നത്. ഇനി ഇബാദത്തുകൾ തമ്മിൽ തന്നെ വേർതിരിക്കുന്നതാണ് നെയ്യത്ത്. ഇപ്പോൾ ഒരാൾ 2 റക്അത്ത് നിസ്കരിക്കുന്നു, അയാൾ അതുകൊണ്ട് നെയ്യത്താണ്, സുന്നത്താണ് നെയ്യത്ത് വെച്ചത്. വേറൊരുത്തൻ 2 റക്അത്ത് നിസ്കരിക്കുന്നു, സുബഹി നിസ്കാരം, അത് ഫർളാണ്. ഇതെങ്ങനെ വേർതിരിയാ? നെയ്യത്ത് വരും. ഒരാളുടെ നെയ്യത്ത് സുന്നത്താണ്, വേറൊരുത്തൻ്റെ ഫർളാണ്. അത് ഫർളാവുമ്പോൾ ഫർളിൻ്റെ നെയ്യത്താണ് വേണ്ടത്, അപ്പോഴത് ഫർളാവുള്ളൂ. നെയ്യത്താവുമ്പോൾ സുന്നത്താവുമ്പോൾ സുന്നത്തിൻ്റെ നെയ്യത്താണ് വരിക. അപ്പം ഇതൊക്കെ വേർതിരിക്കുന്ന എല്ലാം നമ്മുടെ മനസ്സിൽ നെയ്യത്താണ്. അപ്പം നെയ്യത്ത് പറയുമ്പോൾ അടുത്തൊരു പ്രശ്നം, ഇതൊക്കെ അതിൻ്റെ വിശദീകരണ ശേഷം മുഹമ്മദ് സ്വാലിഹ് ഹുസൈൻ പറയുന്നതാണ്. നിയ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ നിയ്യത്ത് പറയലാണ് വിചാരിക്കും. ഇല്ല, മഹല്ലുഹൽ ഖൽബ്, ഹൃദയത്തിലാണ്, നമ്മുടെ ഉള്ളിലാണ് നിയ്യത്ത്, വിളിച്ച് പറയലല്ല നിയ്യത്ത്. നിയ്യത്തിനോട് സംസാരിക്കാൻ പാടില്ല. നിയ്യത്ത് മനസ്സിലുള്ള കരുതലാണ്, മനസ്സിൻ്റെ ഒരു ഇത്തിജാ, മനസ്സിൻ്റെ വീക്ഷണമാണ്, അത് സംസാരിക്കാൻ പാടില്ല. കാരണം അവിടെ ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ ഞാൻ നിസ്കരിക്കുകയാണെന്ന് അള്ളാഹിൻ്റെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കലല്ല. കാരണം കണ്ണിൻ്റെ കട്ടുനോട്ടം അറിയുന്നവനാണ് നീ ഇബാദത്തെടുക്കുന്നത്. വമാ തുഖ്ഫിസു, നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചതൊക്കെ അറിയുന്ന ഒരുത്തനാണ്. നമ്മുടെ ഹൃദയവനെ അറിയാം, വിളിച്ച് പറഞ്ഞ ആകൊണ്ട് പറയേണ്ട ഒരു കാര്യമില്ല. കാരണം അങ്ങനെ പറയലുണ്ടെങ്കിൽ ഹദീസിലൊക്കെ വരും, പ്രമാണത്തിൽ വരും. ഒരു കർമ്മത്തിൻ്റെയും ഒരൊറ്റ കർമ്മത്തിൻ്റെയും നിയ്യത്ത് വിളിച്ചു പറഞ്ഞ സംഭവം ഇസ്ലാമിലില്ല, ഒറ്റൊന്നുമില്ല, ഒന്നും കാണില്ല. വലിയ അതെല്ലാം വിവരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ നസ്അബി, റസൂലിൽ നിന്നോ സഹാബികളിൽ നിന്നോ വന്നിട്ടില്ല. കാരണം യതലഫദുന ബിന്നി, അവർ നിയ്യത്ത് വായ കൊണ്ട് പറയുന്നത് വന്നിട്ടേയില്ല. അതുകൊണ്ട് ഫൻതുഖുന ബിദ്അ, നിയ്യത്ത് വിളിച്ചു പറയൽ ബിദ്അത്താകും. കാരണം നേരത്തെ പറഞ്ഞ മൻ സഫി അമീന ഹാദാ പറഞ്ഞില്ലേ, ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസ്. അപ്പോൾ എന്ത് ചെയ്യണം? തള്ളപ്പെടണം, നിയ്യത്ത് വിളിച്ച് പറയാൻ പാടില്ല. അത് പറഞ്ഞാണ്. ലൗകാന ഹാദാ മിൻ ശറഇ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നബി തിരുമേനി ശറഅാക്കിയിട്ടുണ്ടെങ്കിൽ ലഫഅലഹു, നബി തിരുമേനി ചെയ്യുമായിരുന്നു. വബയ്യനൂലിന്ന, ജനങ്ങൾക്കത് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇതിലൊരു തമാശ ശൈലി കൂടെ പറയുന്നത്, ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ മസ്ജിദുൽ ഹറാമിൽ നിസ്കരിക്കാൻ പോയി. മസ്ജിദുൽ ഹറാം നിസ്കരിക്കാൻ പോയി. അപ്പോൾ തൊട്ടടുത്തുണ്ട് ഒരുത്തനെ, അയാൾ ഉറക്കം നെയ്യത്ത് വെക്കണ ആളാണ്. അയാളിങ്ങനെ നെയ്യത്ത് ഇവരൊക്കെ കേൾക്കുകയാണ്, ഈ സാധാരണക്കാരും കേൾക്കുകയാണ്.
അയാളെന്താ ളുഹറിന് നിയ്യത്ത് വെക്കുകയാണ്. ഇന്നി നവൈതു അൻ ഉസല്ലിയ സ്വലാത്ത ളുഹർ, ഞാൻ ളുഹർ നമസ്കാരം നമസ്കരിക്കാൻ നിയ്യത്ത് വെക്കുന്നു. 4 റക്അത്ത്, 4 റക്അത്താണത്. ഖൽഫ ഇമാമിൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിലെ ഇമാമിന്റെ പിന്നിൽ നിന്നിട്ട് 4 റക്അത്ത് ളുഹർ നമസ്കരിക്കാൻ ഞാൻ നിയ്യത്ത് വെക്കുന്നു എന്ന് പറഞ്ഞ അല്ലാഹു അക്ബർ പറയുന്ന സാധാരണക്കാരൻ പറഞ്ഞു നിൽക്കിയായിട്ടില്ല. ബാക്കിയാലേക്ക് തരിക ഡേറ്റ് പറഞ്ഞിട്ടില്ല, വലിയ ദിവസം പറഞ്ഞിട്ടില്ല, വർഷത്തെ മാസം പറഞ്ഞിട്ടില്ല, അവസാനത്തെ കൊല്ലും പറഞ്ഞില്ല. പറയണൊക്കെ പറയണേ. അതയാളെ ചിന്തിപ്പിച്ചെന്ത് ശേഖർ തമാശ നിലനിൽക്ക് പറയണേ. അപ്പൊ ഇനി ഞാൻ പറയും ഇങ്ങോട്ട് പറഞ്ഞത്. അപ്പൊ ഇവിടെ ശേഖരനെ പറയാം വഹുനാ മസ്അല, ഇവിടെ വേറെ മസ്അലുണ്ട്, ചിലരൊക്കെ തെറ്റിദ്ധരിച്ച വിഷയമാണ്. ഖൗലുൽ മുലബ്ബി ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ വലബ്ബൈക ഹജ്ജൻ വലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ വഹജ്ജൻ. ഇതുവരെ ഒരാൾ ഉംറക്കാണെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ എന്ന് പറയും. ഇനി അതല്ലെങ്കിൽ ഹജ്ജിന് ലബ്ബൈക ഹജ്ജൻ എന്ന് പറയും. രണ്ടും കൂടി ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ വഹജ്ജൻ എന്ന് പറയും. അലൈസ ഹാദാ നത്ഖൻ ബിന്നിയ്യ, ഇത് നിയ്യത്ത് സംസാരം അല്ലേ ചോദിക്കുകയാണ്. ഫൽ ജവാബു ലാ, അല്ല, അത് നിയ്യത്ത് വിളിച്ച് പറയല്ലത്. പിന്നെയോ ഹാദാ മിൻ ഇദ്ഹാരി ശആറത്തി നുസുക്, അത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഹജ്ജ് കർമ്മം എന്ന ശായിറത്ത് ചിഹ്നം, അത് വെളിവാക്കണം, ചിഹ്നം വെളിവാക്കണം. മനസ്സിലായില്ലേ? വലിഹാദ ഖാല ബഅദുൽ ഉലമാ, അതുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞു ഇന്ന തൽബിയ ഫി നുസുക്, ഈ നുസുക്കിൽ ഹജ്ജ് കർമ്മൽ ഉംറ കർമ്മത്തിലുള്ള തൽബിയത്ത് കതക്ബീറത്തുൽ ഇഹ്റാം ഫി സ്വലാ, നമസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം പോലെയാണ്. തക്ബീറത്തുൽ നിസ്കാരത്തിൽ നമ്മൾ പ്രവേശിച്ചു, അതാണ് തക്ബീറത്തുൽ ഇഹ്റാം. ഇതുപോലെ ഹജ്ജിൽ പ്രവേശിക്കാൻ അതിന്റെ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സ്ഥാനത്താണ്. ഫൈദാലം തുലബി, തൽബീത് ചൊല്ലിയിട്ടില്ലെങ്കിൽ ലം യൻഅഖിദ് അൽ ഇഹ്റാം, ഇഹ്റാം ഉണ്ടാവില്ല. കമാ അന്നഹു ലൗ ലം തുകബ്ബിർ തക്ബീറത്തുൽ ഇഹ്റാം, അതുപോലെ തക്ബീറത്തുൽ ഇഹ്റാം നടത്തിയിട്ടില്ലെങ്കിൽ നമസ്കാരത്തിൽ മൻ ഇഖദത് സ്വലാത്തൊക്കെ നിന്റെ നമസ്കാരവും സംഭവിക്കില്ല. അത് നിയ്യത്ത് വിളിച്ചു പറയുന്നത് ആരെയും പറഞ്ഞു, അത് ചിലരുടെ അഭിപ്രായം ഇജ്തിഹാദ് പറഞ്ഞതാണ്. നബി പറഞ്ഞത് ഹജ്ജിന്റെ നിയ്യത്ത് ഇതാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലല്ല, ഇഹ്റാം പ്രവേശിക്കുമ്പോൾ വിളിച്ചു പറയാനുള്ളത് നിയ്യത്ത് വിളിച്ചു അറിയല്ലത്, അത് ഇസ്ലാമിന്റെ ഒരു ചിഹ്നമാണ്. അത് നമ്മൾ നടപ്പിലാക്കണം. വമൻ യുഅള്ളിം ശആയിറല്ലാഹ്, അള്ളാന്റെ ചിഹ്നങ്ങളെ ആരെങ്കിലും മഹത്വപ്പെടുത്തിയാൽ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയത്തിന്റെ തഖ്വയിൽപ്പെട്ടതാണ്. നിയ്യത്ത് പറഞ്ഞാണോ? ഇത് പറഞ്ഞുകൊണ്ട് ഇത് പറഞ്ഞ് വേറെ ഹജ്ജ് ചെയ്യാൻ പറ്റുമെന്നൊന്നും ഉദ്ദേശമില്ല. ഇത് ഹജ്ജിന് പോണോടുകൂടി ഹജ്ജിന്റെ നിയ്യത്തായി കഴിഞ്ഞു. അത് എത്ര മുമ്പ് ഇതിന്റെ പൈസ ഉണ്ടാകുമ്പോൾ തന്നെ തുടങ്ങണം അവനെ നിയ്യത്ത്. അവൻ്റെ മനസ്സിലുണ്ടത്. അത് അവിടെ വെച്ചിട്ട് തുടങ്ങേണ്ട നിയ്യത്തൊന്നുമല്ല. അതിന്റെ മുമ്പ് എത്രയോ മുമ്പ് നിയ്യത്തുണ്ടായി കഴിച്ചിട്ട് അത് റബ്ബിനെ അറിയും. ഹജ്ജ് ചെയ്യാനാണ് ആ പണം ഉണ്ടാക്കണമെന്നും സ്വന്തം ഡേറ്റിനാണ് പോകുന്നുള്ളൊക്കെ റബ്ബിനെ അറിയും. പിന്നെ ഇത് നിയ്യത്ത് വിളിച്ചു പറയാനും ഏതോ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ടോ, അതാണ് ഇവിടെ ശേഖ് പറയണത്. അതങ്ങനെ നിയ്യത്താണ് നല്ലത്, വിളിച്ചു പറയലാന്നുള്ളത് എവിടെയില്ല എന്നർത്ഥം. ഇനി 8ാമത്തെ കാര്യം പറയണം. 8ാമത്തെ കാര്യം ഓരോന്ന് ചുരുക്കി പറയണം. 8ാമത്തെ കാര്യം, ഈ ഹദീസിനൊരു കാരണം പറയുന്നു. മിക്ക ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ഇന്നമൽ അമാൽ ബിന്നിയാത്ത് എന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ഒരു കാരണം സബബ് വുറൂദിൽ ഹദീസ് എന്നാണ് പറയും. ചില ഹദീസ് പറയാൻ ചില കാരണം ഉണ്ടാകും. ആയത്തിറങ്ങാൻ അസ്ബാബ് നുസൂൽ ആയതാണ്. അസ്ബാബ് നുസൂൽ എന്നാണ് പറയാം, ഇറങ്ങാനുള്ള കാരണം. ഹദീസിന്റെ കാരണം പറയും സബബ് വുറൂദിൽ ഹദീസ് എന്നാണ് പറയാം. അങ്ങനെ പറയും. ഇന്ന ഹദീസ് പറയുന്ന കാരണം ഉണ്ടെങ്കിൽ ആ കാരണം പറയും. അപ്പൊ ഇവിടെ ഇന്നൽ ഹദീസ് സബബ് റജുൽ, ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വന്നതാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അറാദ തസവ്വുജ മിൻ ഇംറഅ യുഖാലു ലഹാ ഉമ്മു ഖൈസ്, അദ്ദേഹം ഒരു സ്ത്രീയെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിച്ചു. ഉമ്മു ഖൈസ് അവർ മദീനയിലാണ്. അപ്പൊ ഇവർ വിവാഹം ചെയ്യാൻ അവരാവശ്യപ്പെട്ടവർ ആ സ്ത്രീ പറഞ്ഞത്രേ, നിങ്ങൾ ഹിജ്റ വന്നാലേ നിങ്ങളെ വിവാഹം ഞാൻ അംഗീകരിക്കുള്ളൂ, സമ്മതിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഫഹാജറ മിൻ അജ്ലി ദാലിക്, അപ്പൊ സ്ത്രീക്ക് വേണ്ടി അദ്ദേഹം ഹിജ്റ പോയി. അതുകൊണ്ട് ഇതിന് അദ്ദേഹത്തെ പറ്റി മുഹാജിർ ഉമ്മി ഖൈസ് എന്നാണ് പറയുന്നത്. ഉമ്മു ഖൈസിലേക്ക് ഹിജ്റ പോയവൻ എന്ന് പറയും. അപ്പൊ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ചില പണ്ഡിതന്മാർ പക്ഷെ ഈ ഹദീസ് പറയാനുള്ള കാരണം അതാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ വയ്യ. അങ്ങനെ ഒരു മനുഷ്യന് സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നത് ആ ഹദീസ് അതിനോടനുബന്ധിച്ചാ നബി പറഞ്ഞത് എന്ന് ഉറപ്പിക്കാൻ വയ്യ എന്ന് ഹാഫിദ് ഇബ്നു ഹജർ
അൽ അസ്ഖലാനിക്ക് പറയുന്നുണ്ട്. പക്ഷെ ഇത് അവിടെ പറഞ്ഞെന്ത് വെച്ചാൽ, ഞാൻ ആര് ഹിജ്റ വേറെ ഏത് സൽക്കർമ്മം ചെയ്താലും ദുനിയാവിലെ വിഷയത്തിനാണ് പോയതെങ്കിൽ ഹിജ്റ എന്ന വലിയൊരു സൽക്കർമ്മമല്ല, അതിനെന്തൊരു കൂലി കിട്ടും. പക്ഷെ ഇവനതൊന്നും ഉണ്ടാവില്ല. അവനവൻ്റെ ഉദ്ദേശം വേറെയാണ്. അപ്പൊ നമ്മൾ നാട് വിടുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആ അടിസ്ഥാനമാണ് ഇവിടെ പ്രധാനം. അത് 8ാമത്തെ കാര്യം. ഇനി 9ാമത്തെ വിഷയം ഹിജ്റയെ പറ്റി ഇവിടെ പറഞ്ഞതുകൊണ്ട് പറയാണ്. ഹിജ്റ ഈ ഹദീസ് 2ാമത്തെ ഭാഗം ഹിജ്റയെ പറ്റി പറഞ്ഞ ആളാണ്. ഇസ്ലാമിലെ ഹിജ്റ 2 നിലക്കുണ്ട്. ഇസ്ലാമിലെ ഹിജ്റ 2 നിലക്ക്. ഒന്ന് അൽ ഇന്തിഖാൽ മിൻ ദാരിൽ ഖൗഫ് ഇലാ ദാരിൽ അംൻ, ഭയത്തിന്റെ നാട്ടിൽ നിന്നും നിർഭയത്വത്തിന്റെ നാട്ടിലേക്ക് പോവുക. അതാണ് ഒരു ഹിജ്റ. നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ വയ്യ, ദീനനുസരിച്ച് ജീവിച്ചാൽ ഇവിടെ മർദ്ദനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യാം? നാട് വിടണം എന്നാണ് നിയമം. എങ്ങോട്ട്? ദാറുൽ അമ്നിലേക്ക് പോകണം, നിർഭയത്തുള്ള നാട്. അപ്പൊ ദാറുൽ അമ്നും വേണം. നമ്മൾ ഹിജ്റ പോകണമെന്ന് പറയുമ്പോൾ കൂടെ പറയേണ്ട ഒരു കാര്യം കൂടിയാണ്, നമ്മുടെ സ്വീകരിക്കാറ് നാടും വേണം. അല്ലെങ്കിൽ നമുക്ക് സ്വസ്ഥമായി ആരാധന നടത്താൻ ദീനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു നാടും വേണം. മദീനയിൽ നിന്ന് മക്കയിൽ നിന്ന് ഹിജ്റ പോയി, അവർക്ക് നല്ലൊരു സ്ഥലമുണ്ട് മദീന. അപ്പൊ തുടക്കത്തിൽ ഭയത്തിന്റെ നാട്ടിൽ നിന്ന് നിർഭയത്തിൽ നിന്ന് നാട്ടിലേക്ക് പോയി. അങ്ങനെ തന്നെയായിരുന്നു 2 ഹബശയിലേക്കുള്ള ഹിജ്റയിൽ. അവിടെ മുസ്ലിം അല്ല ഭരണം നടത്തുന്നത്, നജാശി രാജാവ് ക്രിസ്ത്യാനിയാണ്. പക്ഷെ അയാൾ നല്ല നിലക്ക് പെരുമാറുന്ന ആളാണ്. അവിടെ ആരാധന സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് സഹാബികളെ പറഞ്ഞയച്ചു. അപ്പൊ ദാറുൽ ഖൗഫ് എന്ന് പറഞ്ഞാൽ ഭയത്തിന്റെ നാട്ടിൽ നിന്ന് നിർഭയത്വത്തിന്റെ നാട്ടിലേക്ക് പോകുക. അതാണ് ഒരു ഹിജ്റ. മറ്റേ ഹിജ്റ എന്താണ്? ദാറുൽ കുഫറിൽ നിന്ന് ദാറുൽ ഈമാൻ, കുഫറിന്റെ നാട്ടിൽ നിന്ന് ഈമാന്റെ നാട്ടിലേക്ക് പോകുക. അതാണ് പിന്നെ മദീനയിൽ നബി അവിടെ ഒരു ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ മക്കയിൽ മുസ്ലിങ്ങളായ അവിടെ ആരെയുണ്ടെങ്കിലും നിൽക്കാൻ പാടില്ല എന്നായിരുന്നു നിയമം. നിർബന്ധമായിട്ട് പോകണം, നിർബന്ധമായിട്ട് ഒരു ഹിജ്റ പോകണം അവിടെ. അതങ്ങനെ അവർക്ക് നിർബന്ധമായി, അത് അവരോട് കൽപ്പിച്ചൊരു വിഷയമായി. പിന്നെ മക്ക വിജയം ഉണ്ടായപ്പോൾ നിർബന്ധം പോയി. അത് മക്ക വിജയം ഉണ്ടാണ് വരെ എന്ന നിർബന്ധം. ഇപ്പോഴും ചില ആൾക്കാർ ഇസ്ലാമിക നാടല്ലേ ഹിജ്റ പോകണ്ടേന്ന് പറയും. അതിനൊരു തെളിവില്ല, അതിന് തെളിവൊന്നുമില്ല. കാരണം നമ്മുടെ നാട്ടിൽ ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റുമെങ്കിൽ നമ്മളിവിടുന്ന് പോകണം, ഒരു തെളിവില്ല. പിന്നെ നമ്മൾ എങ്ങോട്ടാ പോകുക? ആരപ്പം നമ്മളെ സ്വീകരിക്കണേ? അതിൻ്റെ പ്രശ്നമല്ലേ? ഏത് നാട്ടിൽ നമ്മൾ സ്വീകരിക്കുക? അതൊക്കെ ഒരു പ്രശ്നമുണ്ട്. സ്വസ്ഥമായൊരു കേന്ദ്രം എവിടെ? അവിടെ പോയാൽ നമുക്ക് കാലാകാലം നിൽക്കാൻ പറ്റുമോ? പൗരത്വം ഇല്ലാതെ നാട്ടിൽ വിടൂലേ? ഏത് നാട്ടിലാകുമ്പോൾ പോയിക്കാൻ നിൽക്കാൻ പറ്റുക? അങ്ങനെയൊന്നും പറ്റൂല. ഇതൊക്കെ വ്യവസ്ഥകൾ, പല വ്യവസ്ഥകളും വന്നു കഴിഞ്ഞു. അപ്പൊ അവനവന്റെ നാട്ടിൽ ദീനനുസരിച്ച് നിൽക്കുക. എന്നിട്ടൊരിക്കലും വേറെ പോകാനും പറ്റൂലെങ്കിൽ നാട്ടിൽ തന്നെ നിൽക്കുക. അല്ലെങ്കിൽ ഹിജ്റ പോക്ക് നിർബന്ധമാണ്. ഖുർആൻ പറഞ്ഞു, ഇന്നല്ലദീന തവഫാഹും അൽ മലായിക, ചിലർ മരിക്കുമ്പോൾ മലക്കുകൾ അവരോട് പറയുന്ന കാര്യമാണ് ഇതിലുണ്ട്. അവരൊരുപാട് കുഴപ്പം ചെയ്തവരാണ്. അപ്പൊ ഖാലു ഫീമ കുൻതും, എന്തായിരുന്നു നിങ്ങളുടെ നിലപാട് വളരെ മോശമുള്ള, നിങ്ങൾ നരകത്തിന്റെ പണിയാണല്ലോ ചെയ്തത് എന്നൊക്കെ മലക്കുകൾ പറയും. അപ്പോൾ മറുപടി പറഞ്ഞു വെക്കണം, ഞങ്ങൾ നാട്ടിൽ ദുർബലരായിരുന്നു. സൂറത്ത് നിസാ 97-ാമത്തെ കുന്നാ മുസ്തദഅഫീന ഫിൽ അർദ്, ഭൂമിയിലാണ് ദുർബലരായ, അവിടെ ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റിയില്ല. അപ്പം മലക്കുകൾ പറഞ്ഞു, അലം തക്കുൻ അർദുല്ലാഹി വാസിഅ, അല്ലാഹുവിന്റെ ഭൂമി വിശാലായിരുന്നില്ലേ? ആരാധനക്ക് പറ്റുന്ന സ്ഥലം എവിടെ നോക്കിയിട്ട് അങ്ങോട്ട് പോകണം എന്നാണ് പറഞ്ഞു. ഒരു നാട്ടിൽ ദീനനുസരിച്ച് ജീവിക്കാൻ ആ നാട്ടുകാർ ഒരിക്കലും സമ്മതിക്കില്ല എന്നാണെങ്കിൽ അവിടെ നിൽക്കാൻ പാടില്ല. എന്നൊരിക്കലും പോകാൻ പറ്റാത്ത ഇല്ലൽ മുസ്തദഅഫീൻ എന്നാണ് പിന്നെ തുടങ്ങുന്നുണ്ട്. തന്നെ ദുർബലർ, വയസ്സായ ആൾക്കാർ, കുട്ടികൾ, ഇവർക്കൊന്നും പോകാൻ പറ്റില്ല. ഉദറുണ്ട്, ഒരു കഴിയണമാരെ നാട്ടിൽ ഭാഗത്തായിട്ട് കഴിച്ചു വിടാന്നുള്ള ആയത്താണ് പിന്നെ പറയണം. അപ്പൊ ഹിജ്റ, ഇസ്ലാമിലെ ഹിജ്റ എന്ന് പറഞ്ഞാൽ 2 തരം പറഞ്ഞു. ഹിജ്റ എന്ന് പറഞ്ഞാൽ തന്നെ തെർക്ക് നടത്തും, ഒഴിവാക്കാൻ. ഹജറാന തറക്കാന്ന്, ഒഴിവാക്കുക. അവിടെ നാട് ഒഴിവാക്കുകയുള്ള ഹിജ്റ. സ്വന്തം നാട്, ജനിച്ച നാട്, അവിടെയുള്ള ഭൂമി, സമ്പത്ത് ഒക്കെ ചിലപ്പോൾ ഒഴിവാക്കി പോവുക. അതാണ് ഹിജ്റ എന്ന് പറയുന്നത്. എന്നാൽ വേറെ ഹിജ്റ എന്നും നിലനിൽക്കണം. എന്ന് ഇപ്പം ഹിജ്റക്ക് സംസാരിക്കുന്ന സമയമുണ്ടല്ലേ, മുഹറം മാസം വരുമ്പോൾ ഹിജ്റ വർഷം 1445 കഴിഞ്ഞിട്ട് 46 നിൽക്കുന്ന സമയമാണ്. ഇന്ന് മാസം കണ്ടോ ഇല്ല എന്നറിയില്ല.
ഇന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നാളൊന്ന് അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും ഒന്ന്. ആ സംഘടന നമ്മൾ ഓരോ ബീച്ചിൽ ഇങ്ങനെ ആൾക്കാരെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നോക്കി വിവരം എന്താണെന്ന് അറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ഏതായാലും ശരി, അങ്ങനെയാണെങ്കിൽ മുഹറം 1 പുതിയ മാസത്തിലേക്ക് നമ്മൾ കയറി. മുഹറം മാസത്തിലേക്ക് കയറി. അപ്പോൾ ഹിജ്റ മനുഷ്യന്മാരൊക്കെ ഓർക്കുന്ന ഒരു സമയമാണ്. ഈ ഹിജ്റ പിന്നെ അടുത്ത് ഇത് ഹിജ്റനെ പറ്റി പറയുമ്പോൾ പിന്നെ ഒരുപാട് നബിമാരൊക്കെ ഹിജ്റ പോയിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാം പോയിട്ടുണ്ട്, സിറിയയിലേക്ക്, മക്കയിലേക്ക്, ഈജിപ്തിലേക്കൊക്കെ ഹിജ്റ പോയിട്ടുണ്ട്. അപ്പോൾ റബ്ബിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒഴിവാക്കിയത് ഒരു ഹദീസ്, ഒരു ഇപ്പോൾ റസൂൽ തിരുമേനി മക്കയിൽ നിന്ന് മദീനയിലേക്ക് സഹാബികളും പോയതൊക്കെ വലിയ സംഭവമാണ്. ആ സംഭവമാണ് ഹിജ്റയൊക്കെ. കാരണം ഹിജ്റക്ക് സമ്മതം കിട്ടിയപ്പോൾ നബി പറഞ്ഞു, നിങ്ങൾ പോകാൻ പറഞ്ഞിട്ടുണ്ട്. മദീന സ്ഥലം പറഞ്ഞു കൊടുത്തു. ഒറ്റക്ക് പോകണ്ട, 2-3 ടീമായിട്ട് പോകാൻ പറഞ്ഞു. അപ്പം എന്ത് ചെയ്തു? അവര് ഉമ്മയും ആപ്പിയും കണ്ട പ്രശ്നമാകും, ജ്യേഷ്ഠൻ കണ്ട പ്രശ്നമാകും. എന്നാൽ ഒരു വീട്ടിൽ തന്നെ ചിലപ്പോൾ ഒരാൾ മുസ്ലിമായിട്ടുണ്ടാവും, അല്ലെങ്കിൽ 2. അവർ രാത്രി ഉറങ്ങുകയാണ്, അവർ ഉറക്കം അഭിനയിക്കുകയാണ്. ബാപ്പിമ്മി ഉറങ്ങിയെന്ന് ഉറപ്പുണ്ടെങ്കിൽ കൊച്ചുണ്ടാക്കാതെ വാതിൽ തുറന്ന് പോകണത്, ഒറ്റയ്ക്ക് പോകണം. എന്നിട്ടും ചില ആൾക്കാർ അവർ പിടിച്ചു വെച്ചു. ഹിജ്റ പോകുമ്പോൾ എവിടെയാണ് അബൂ സലമ ഉമ്മു സലമയൊക്കെ അവർ പിടിച്ചു വെച്ചോക്കെ പറയും, മർദ്ദിച്ചതും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ ഹിജ്റ സ്വന്തം നാട് ഒഴിവാക്കി പോണ ഹിജ്റ. അതേസമയം നബി തിരുമേനി പറഞ്ഞു, അൽ മുസ്ലിം മൻ സലിം അൽ മുസ്ലിമൂന മിൻ യദി വലിസാന. ഒരു യഥാർത്ഥ മുസ്ലിം ആരാണ്? അവൻ്റെ നാവിൽ നിന്ന് മറ്റുള്ള മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും, അവൻ്റെ കയ്യിൽ നിന്ന് മറ്റുള്ള മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. അവന് നാവ് കൊണ്ട് ഒരാളെ ഉപദ്രവിക്കൂല, കൈ കൊണ്ടും ഉപദ്രവിക്കൂല. ഇവനാണ് യഥാർത്ഥ മുസ്ലിം. അടുത്ത വാചകം അൽ മുഹാജിർ മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. അള്ളാഹ് വിലക്കിയത് ഒഴിവാക്കിയവനാണ് മുഹാജിർ. അപ്പോൾ തിന്മകളിൽ നിന്നുള്ളൊരു യാത്ര. ഈ ഹിജ്റ എന്നുണ്ട്, ഇത് എന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ 2 ഹിജ്റയിൽ ഒരു ഹിജ്റ നമുക്ക് എപ്പോഴും ഉണ്ട്. അതാണ് തിന്മകളിൽ നിന്നുള്ള യാത്ര. അതാണ് ഹിജ്റ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ് യഥാർത്ഥ ഹിജ്റയെ പറ്റി പറയും. മറ്റൊക്കെ ചില സന്ദർഭത്തിലുണ്ടാവുള്ളൂ. ഈ ഹിജ്റ എപ്പോഴുള്ള മരിക്കണവരെയുള്ള ഹിജ്റയാണ്. മൻ മാ ഹജറ മാ നഹല്ലാഹു അൻഹു. അള്ളാഹ് ഒഴിവാക്കിയത് എന്ന് പറഞ്ഞത്, വിലക്കിയത്, അതിൽ നിന്നുള്ള ഹിജ്റ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഇങ്ങനെ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ, അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒഴിവാക്കിയാൽ അതിനേക്കാൾ നല്ലത് തരും. പല വിലക്ക് നമ്മൾ ഒഴിവാക്കി, റബ്ബിന് വേണ്ടി ഒഴിവാക്കി. ഇവിടെ ഇപ്പോൾ വലിയ പലതും ഒഴിവാക്കി. അപ്പോൾ നമ്മൾ 2 ഹിജ്റയും ഇതിന് പറ്റും. അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ എന്തൊഴിവാക്കിയോ അതാ പറയണത്. ഇന്നക ലം തദാ ശൈഅൻ ലില്ലാഹ്. അള്ളാഹ്ക്ക് വേണ്ടി നീ എന്തും നടണം. ചെയ്യുന്നതാണ് നെക്കിറാണ് അറബിയിൽ, എന്തും വ്യാപകമായ അർത്ഥമാണ്. റബ്ബിന് വേണ്ടിയാണെങ്കിൽ ഇല്ല ബദ്ദലക, നിനക്കത് പകരം തരണം. മാവ ഖൈറുല്ലക മിൻഹു, അതിനേക്കാൾ നല്ലത്. അപ്പോൾ റബ്ബിന് വേണ്ടി നമ്മൾ അവൻ വിലക്കൊന്നുകൊണ്ട് ഒഴിവാക്കി അതിനേക്കാൾ നല്ലത് പറഞ്ഞു. ഇത് റബ്ബ് വിലക്കിയതാണ്, ഇതെനിക്ക് ഒഴിവാക്കേണ്ടതാണ്, എനിക്ക് റബ്ബ് വേറെ ഹൈറ് തരും, ഈ നിയ്യത്തോടു കൂടി ചെയ്യാം, ഹൈറ് കിട്ടും. ഇപ്പം ഇബ്രാഹിം നബിയെ പറ്റി ഞാൻ ഒരു അറ്റായിട്ട് പറയാം. സൂറത്ത് മറിയം എന്തൊക്കെയോ റബ്ബ് കൊടുത്ത് നിങ്ങൾ ആലോചിക്കും. ഫലമ്മ അത്തസലഹും, അദ്ദേഹം അവരെ വെടിഞ്ഞു, അദ്ദേഹം പോയി. കാരണം അവിടെ നിന്നിട്ട് അദ്ദേഹത്തെ അവർ നിരന്തരം മർദ്ദിക്കുക, അവിടെ നിൽക്കാൻ പറ്റില്ല. തൗഹീദിനെ പറ്റിയ നാടല്ല ആ സമയം മനസ്സിലായി. അതുകൊണ്ട് ഫലമ്മ അത്തസലഹും വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അവരെയും അവരാരാധിക്കുന്നതിനെയും ഒക്കെ അദ്ദേഹം വെടിഞ്ഞു പോയപ്പോൾ വഹബ്നാലഹു, അദ്ദേഹത്തിന് നമ്മൾ നൽകി ഇസ്ഹാഖ വയാഖൂബ്, ഇസ്ഹാഖിനെ നൽകി, യാഖൂബിനെ നൽകി. വകുല്ലൻ ജഅൽനാ നബിയ്യ, എല്ലാവരെയും ഞാൻ നബിമാരാക്കി. കാരണം അദ്ദേഹം വെടിഞ്ഞപ്പോൾ അവരെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഭൗതികമായിട്ട് കിട്ടും, ഒരു പ്രശ്നമൊന്നുമില്ല. ബാപ്പയാണ് നല്ല സമ്പന്നനാണ്, കാരണം ശിർക്ക് ബിസിനസ് നടത്തുന്ന നല്ല പൈസ കിട്ടും എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോഴത്തെ 7 കോടിക്ക് ഏതൊരു മക്ബറ ജാറം ലേരം വിളിച്ചങ്ങൾ കെട്ടില്ല, നല്ല ബിസിനസ് ആയിരിക്കും. ആ ബാബാൻ്റെ ഇതിലും ജീവിച്ച് നല്ല പൈസ കിട്ടും. എന്തിനാ എതിർക്കണേ, എന്തിനാ വെറുപ്പ്, സമ്പാദിക്കണമൊക്കെ ചോദിച്ചിട്ട് അവിടെ നല്ല സുഖമാണ്. പക്ഷെ ഇത് മുഴുവൻ അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവാക്കി. അപ്പുറം ഇസ്ഹാഖിനെ കൊടുത്തു, യാഖൂബിനെ കൊടുത്തു, ഒരൊക്കെ നബിമാരാക്കി. എന്നിട്ട് വേറെ ആയിട്ട് പറയാം, വമിൻ ദുരിയത്തി, അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളിൽപ്പെട്ടതാണ് ദാവൂദ് നബി. ദാവൂദ് നബി അദ്ദേഹത്തിൻ്റെ സന്താനമാണ്. ഈ പറയണൊക്കെ അദ്ദേഹത്തിൻ്റെ കുട്ടികളോ പേരക്കുട്ടികളാണ്. സുലൈമാൻ നബി, അയ്യൂബ് നബി, യൂസുഫ് നബി, മൂസ നബി, ഹാറൂൻ നബി,
ഒക്കെ ദാലിക്ക് നജിദുൽ മുഹ്സിൻ, അങ്ങനെ നമ്മൾ സുഹൃത്തും ചെയ്യുന്നവർക്ക് പ്രതിഫലം നൽകും. നബി പ്രതിഫലം ചെയ്തിങ്ങനെ പറയണം, സക്കരിയ സക്കരിയ നബി, യഹ്യ യഹ്യ നബി, ഈസ ഈസ നബി, ഇല്യാസ് ഇല്യാസ് നബി, കുല്ലു മിനസ് സാലിഹീൻ, ഒക്കെ നല്ലവർ. എത്ര നബിമാർ, ശേഷം വന്നവരൊക്കെ അദ്ദേഹത്തിൻ്റെ മക്കളോ പേരക്കുട്ടികളോ എല്ലാ നബിമാരും. ഇതൊക്കെ ഒരു ഇസ്രായേലിന് ഇങ്ങനെ വരും. കാരണം യാക്കൂബ് നബിൻ്റെ വേറെ പേരാണ് ഇസ്രായേൽ, അദ്ദേഹത്തിൻ്റെ മക്കൾ നബിനെ വരികയാണ്. എന്നാൽ റസൂൽ തിരുമേനി ഇസ്മായിൽ നബി, ഇസ്മായിൽ നബി ഇബ്രാഹിം നബിൻ്റെ വേറൊരു മകനാണ് ഇസ്മായിൽ നബി. അപ്പം ഇതിനൊക്കെ പകരം വെക്കാവുന്ന ഒരൊറ്റ നബിനെ ആ കുടുംബത്തിൽ നിന്നുണ്ടെന്ന്, ഇസ്മായിൽ കുടുംബത്തിൽ നിന്ന്. അതാണ് അന്ത്യദൂതൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ പറഞ്ഞ എന്താ, അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ ഒഴിവാക്കിയ അള്ളാഹ് പകരം കൊടുക്കുന്നത്. ഈ നബി തിരുമേനിയുടെ ഹിജ്റ എടുത്ത് നോക്കിയാൽ ഒരുപാട് സംഭവങ്ങൾ പണ്ഡിതന്മാർ രണ്ടെണ്ണം മാത്രമേ ഇവിടെ പറയാം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വീട് വളർന്നില്ല, പക്ഷെ ഒരടിയിൽ കൂടിയാണ് നബി കടന്നു പോകണം. ഒരു 10-12 ആൾക്കാർ അവളൊക്കെ ഇരിക്കാൻ നിൽക്കുക, ഇറങ്ങിയ ഒറ്റപ്പെട്ട്. കാരണം എല്ലാവരും 1, 2, 3 അറിയുമ്പോൾ ആ 3 പറയുമ്പോൾ പെട്ടണ മാതിരി തീരുമാനിച്ചു. കാരണം വല്ല കാരണവശാലും പിൽക്കാലത്ത് ബനൂ ഹാശിം വന്ന് പകരം കിട്ടുകയാണെങ്കിൽ ഓനാ കൊന്നു പറഞ്ഞ് ഒരാളെ പറ്റി മാത്രം പറയാൻ പറ്റില്ല, ഒക്കെ പാടെ ഒറ്റപ്പെട്ടിനാ കൊന്നു അറിയുമ്പോൾ ഒരു പ്രതികാരം ചെയ്യാൻ പറ്റില്ല. അതുതന്നെയാണ് നമ്മൾ അബൂജഹലിൻ്റെ ബുദ്ധി വർക്ക് ചെയ്തത്. അവരാണ് ആ കാര്യം പറഞ്ഞത്. പക്ഷെ അവരെ മുന്നിലൂടെ നബി നടന്നുപോയി, അവർ കണ്ടില്ല. അങ്ങനെ ആക്കി അള്ളാഹു. അങ്ങനെ നഷ്ടപ്പെട്ടത് കണ്ടപ്പോൾ ഇവർ നേരം കൊടുത്ത് ആ അന്തം വിട്ട് പ്രഖ്യാപിക്കുകയാണ്, മുഹമ്മദിൻ്റെ തല കൊണ്ടുവന്ന 100 ഒട്ടകം തരാൻ. അന്ന് 1 ഒട്ടകം കിട്ടാൻ, അല്ലെങ്കിൽ 1 ഒട്ടകം കിട്ടാൻ ഭയങ്കര സന്തോഷം. നമ്മുടെ കാറിൻ്റെ സ്ഥാനത്ത് വിചാരിച്ചാൽ മതി. നമ്മൾ 100 ഒട്ടകം പ്രഖ്യാപിച്ചു. അത്ര സമ്മാനമാണ് അവർ കൊടുത്തത്. അപ്പം എല്ലാവരും നാനാഭാഗത്തും പോകണം. അപ്പോൾ സുറാഖത്ത് ബിൻ മാലിക് കുറേ സ്ഥലത്ത് അന്വേഷിച്ച് ക്ഷണിച്ച് വന്നിങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, ഞാനൊരു 3 ആൾ പോണ കണ്ടു, അത് അവർ തന്നെയായിരിക്കും. അപ്പോൾ സുറാഖിൻ്റെ മനസ്സിൽ അത് തന്നെയായിരിക്കും. പക്ഷെ സുറാഖ് അപ്പം എന്ത് ചെയ്യുന്നറിയോ, അതൊന്നുമല്ല, അത് വേറെ കൂട്ടർ അവരെ വസ്തു നഷ്ടപ്പെട്ടിട്ട് പോകണം ഞാൻ കണ്ടിട്ടുണ്ട്, അതല്ല എന്ന് പറയാൻ കാരണം അടുത്തുള്ളവരെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്, 100 ഒട്ടകം മൂപ്പർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ഈ പറഞ്ഞ വഴിക്ക് പോയി. പക്ഷെ നബിൻ്റെ അടുത്ത് കണ്ട് എത്താനാവുമ്പോൾ ഈ കുതിര അതിന് മുമ്പത്തെ കാല് ആ മണ്ണൊക്കെ ആഴ്ന്നു പോവുക, എന്നിട്ട് അയാളെ മുകളിൽ നിന്ന് മറിഞ്ഞു വീഴുക. അതിൽ വീണ്ടും അയാൾ കുതിരനെ എഴുന്നേൽപ്പിച്ച് വീണ്ടും, പക്ഷെ അവിടെ അടുത്തെത്താകുമ്പോൾ വീണ്ടും 2ാം പ്രാവശ്യം അങ്ങനെ മറിഞ്ഞു വീഴുക. ഇത് 3 വട്ടം ആവർത്തിച്ചപ്പോൾ മൂപ്പർക്ക് മനസ്സിലായി ഇത് വിചാരിച്ച കാര്യമല്ല, ഇദ്ദേഹത്തിന് അള്ളാന്റെ സംരക്ഷണം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ഉറക്കെ വിളിച്ചു പറഞ്ഞു, നിൽക്കണം, ഞാൻ നിങ്ങളുടെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, ഒന്നിനല്ല, നിങ്ങൾ സത്യം നബി എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഞാനൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞു. അപ്പം നബി പറഞ്ഞു, ആയിക്കോട്ടെ വരാൻ പറഞ്ഞു. അപ്പോൾ സിദ്ദീഖിനോട് പറഞ്ഞു, അയാളോട് വരാൻ പറയുന്നു. അപ്പം അദ്ദേഹം കാര്യമൊക്കെ പറഞ്ഞെടുത്ത്, നിങ്ങളെ കൊന്നാൽ 100 ഒട്ടകം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അത് തേടി നടക്കണം, ഞാനും അങ്ങനെ വന്നതായിരുന്നു, പക്ഷേ നിങ്ങളുടെ സത്യദൂതൻ എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞാനിങ്ങൊരു കാര്യം ചെയ്യും, ഈ വഴിക്ക് ആര് വന്നാലും ഞാൻ മടക്കി വിട്ടോളാം, ഇങ്ങോട്ട് പോകണ്ട, അവിടെ ഇല്ല, ഞാൻ നോക്കി വന്നതാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അത് ഞാൻ ഏറ്റുന്നു. അതുകൊണ്ടാണ് ഇമാം ഇബ്നുൽ ഖയ്യിം പറയുന്നത്, നബിയെ കൊല്ലാൻ പോയ ആ വാള്, നേരം വെളുത്ത വാള്, കുറച്ച് കഴിഞ്ഞാൽ നബിനെ സംരക്ഷിക്കുന്ന വാളായി മാറി നിന്ന് ആ വാളിനെ പറ്റി ഞാൻ പറയുന്നത്. അപ്പം ഇവിടെ ഞാൻ നിങ്ങളെ സംരക്ഷിക്കും, അതുകൊണ്ട് എന്താണ് എനിക്ക് കിട്ടുകയെന്ന് ചോദിച്ചു. സുറാഖ് ചോദിക്കണം, എനിക്ക് എന്താ കിട്ടുക? അപ്പോൾ റസൂൽ തിരുമേനി അദ്ദേഹത്തോട് പറയാണ്, കൈഫ ബിക ഇദാ ലബിസ്ത സിവാറൈ കിസ്റ, കിസ്റന്റെ ആ സിവാറ് 2 വള, കാരണം അവർക്ക് എന്തൊക്കെ ഭയങ്കര ലോഹങ്ങൾ കൊണ്ട്, സ്വർണ്ണം അതിൻ്റെ അപ്പുറത്തൊക്കെ ഉള്ളത് കൊണ്ട്, അവരുടെ കിരീടങ്ങൾ, അവരുടെ ആഭരണങ്ങൾ, അതിനെപ്പറ്റി പറയണം. അത് ഞാൻ നിന്നെ ധരിപ്പിക്കുന്നു, അത് നിന്നെ ധരിപ്പിച്ചാൽ എന്താണ്? അപ്പോൾ അത്ഭുതം, കിസ്റബിൻ ഹുർമുസ്, ഹുർമുസിന്റെ മകൻ കിസ്റയുടെ കൊട്ടാരത്തിലെ അയാളുടെ ആഭരണങ്ങളോ. എന്തായി പറയണത്? സ്വന്തം നാട്ടിൽ നിൽക്കാൻ വയ്യാതെ ആട്ടിയോടിക്കപ്പെട്ട ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ പറയാം, അന്ന് ആ ലോകത്ത് ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട പേർഷ്യൻ സാമ്രാജ്യം, റോമൻ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ അവരെ വെല്ലാൻ ആരുമില്ലാതെ നിൽക്കുന്ന, അത്ര മതിക്കോടി നിൽക്കുന്ന ആ അവസ്ഥയിൽ ഈ 3 ആൾക്കാർ ഇങ്ങനെ പോയിട്ട് എന്ത് നേടാനാണ്? പക്ഷെ നബിയിൽ ഇത് പറഞ്ഞേ. അപ്പം അതെന്തായാലും സംഭവിക്കും. അദ്ദേഹം മടങ്ങി വന്നു.
എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് പേർഷ്യൻ സാമ്രാജ്യം കീഴടങ്ങുന്നത്. അപ്പോൾ അവിടുത്തെ ആഭരണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഉമർ ഖത്താബ് എവിടെ സുറാഖാനെ വിളിക്കണം. എന്നിട്ട് ഇർഫയതെ കൈ ഉയർത്തിക്കൊന്നു ഇത് കൊടുക്കണേ. എന്നിട്ട് അല്ലാഹു അക്ബർ അൽഹംദുലില്ലാ അല്ലദീ സലബഹു മാ കിസ്റ ബിൻ ഹുർമുസ്. അൽഹംദുലില്ലാ, അല്ലാഹുക്ക് സർവസ്തുതി. അത് അല്ലാഹു അക്ബർ മുറത്താബിനെ പറയണേ. കിസ്റ ബിൻ ഹുർമുസിൽ നിന്ന് അല്ലാഹു നൽകിയ ഈ ആഭരണങ്ങൾ അവൻ പറഞ്ഞത് ഞാൻ റബ്ബുന്ന, ലോകങ്ങളുടെ ജനങ്ങളുടെ റബ്ബ് ഞാനാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന ആ കിസ്റയുടെ സാമ്രാജ്യം മുഴുവൻ ഇസ്ലാമിൽ കീഴ്പ്പെടുത്തി തന്ന റബ്ബിന് സർവസ്തുതിയും. എന്നിട്ട് അൽബസുഹുമ സുറാഖ, എന്നിട്ട് അതിനെ ധരിപ്പിച്ച റബ്ബിന്, ആർക്ക്? സുറാഖത്തിന്, ഒരു അറാബിയായ സുറാഖത്തിന്. എന്നിട്ട് ഇത് ഉമർ ഖത്താബ് ഉറക്കെ പറയാ, സുമ അർക്കബ സുറാഖ്, ഇത് ധരിപ്പിച്ചിട്ട് ആ കിരീടവും ധരിപ്പിച്ചിട്ടുണ്ട് സുറാഖിന്റെ തലയിൽ. ഈ സ്വർണ്ണാഭരണങ്ങളും ധരിപ്പിച്ചിട്ടുണ്ട്. തൽക്കാലം ആഭരണമാണ്, സ്വർണ്ണം മറ്റൊക്കെയാണ് പിന്നെ ഒഴിവാക്കും. പക്ഷെ ഇത് അന്നേ റസൂൽ പറഞ്ഞാണ്. എന്നിട്ട് പിന്നെ അദ്ദേഹം ആഭരണം അല്ലാതെ ഉപയോഗിക്കാം. എന്നിട്ട് വാൽപ്പുറത്ത് കയറി വത്തീഫ ബിൽ മദീന, മദീനയിൽ ഇങ്ങനെ ചുറ്റാണ്. എന്തൊരു രംഗാണ് ഇതൊക്കെ. അന്ന് റസൂലിന്റെ പ്രവചനമൊക്കെ ഒരു മനസ്സിലിങ്ങനെ വരും. അല്ല ഇതിന്റെ നബിനെ ഓർത്ത് ഒരു കരിച്ചിൽ വരാന്ന്. ബാങ്ക് കേട്ടപ്പോൾ ബിലാൽ ബാങ്ക് കൊടുത്ത പിന്നെ ആകെ കരഞ്ഞു പറഞ്ഞു നബി മരിച്ചതിന് ശേഷം. നബിന്റെ പേരൊക്കെ ഇങ്ങനെ കരിച്ചിൽ വരുന്നത്. അപ്പൊ അന്ന് നബി ആ പ്രവചിച്ച പ്രവചനം ഇത്രമാത്രം സത്യം. ഓരോ സമയത്ത് നബി സത്യദൂതനാണെന്ന തെളിവുകൾ അവരുടെ മുമ്പിൽ ഇങ്ങനെ. അപ്പൊ ഇതിങ്ങനെ അദ്ദേഹം അല്ലാഹു അക്ബർ അൽഹംദുലില്ലാ ഒക്കെ പറയും. പിന്നെ സുറാഖയും ഇതിങ്ങനെ ഏറ്റു പറയാൻ തുടങ്ങി നിർത്തും. അപ്പൊ എന്താണ് ഇപ്പൊ അദ്ദേഹം ഒഴിവാക്കിയത്? അദ്ദേഹം 100 ഒട്ടകം ഒഴിവാക്കി. ആര്? സുറാഖത്ത് ബിൻ മാലിക്. അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവാക്കിയതാണ്. അതിനെന്ത് കിട്ടുന്ന റസൂലിന്റെ ഒരു പ്രവചനം അതിങ്ങനെ കിട്ടിയതാണ് അവരിവിടെ കണ്ടത്. മൊത്തം സഹാബികളെ പറ്റി പറഞ്ഞാൽ തറക്കു ദുനിയ ഫനാലു ദുനിയാവലാഹ. സഹാബികളെ ദുനിയാവ് ഒഴിവാക്കിയപ്പോൾ ഒരു ദുനിയാവും പരലോകവും കിട്ടി. ദുനിയാവ് കിട്ടി എന്ന് പറഞ്ഞാൽ സ്വന്തം നാട്ടിൽ മർദ്ദിക്കപ്പെടുന്നു, അവർക്ക് അവരോട് ദേഷ്യമാണ്, ഇവിടെ നിരന്തരമായി കഷ്ടപ്പെടുത്തുന്നു, ബഹിഷ്കരിക്കുന്നു. അപ്പൊ അള്ളാഹ് അവർക്ക് നൽകിയത് ആരാണ്? വിശുദ്ധ ഖുർആൻ പറയാം, വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാൻ. സൂറത്തുൽ അശ്റിൽ അൻസാറുകളെ പറ്റി പറയാം. വീടുകൾ മുമ്പേ ഒരുക്കിയവർ. ഇത് അവിടെ വീട്ടിലെത്താൻ പറ്റൂല, സ്വന്തം വീട് പോലും അവർ സ്വന്തമാക്കാൻ പ്രശ്നമുണ്ട്. എന്നാൽ മുഹാജിറുകൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ മദീനയിൽ അൻസാറുകളുടെ പണി വീടൊരുക്കുകയാണ്. നമുക്ക് വിലപ്പെട്ട വിരുന്നുകാർ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവരിലേക്ക് ഹിജ്റ പോകുന്ന മുഹാജിറുകൾ അവർക്ക് ഇഷ്ടമാണ്. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത്തൻ മിമ്മാ ഊതു. ആ മുഹാജിറുകൾക്ക് വല്ലതും കൊടുത്തതിൽ അവർക്ക് മനസ്സിലൊരു പ്രയാസമില്ല. എന്താ വല്ലതും കൊടുത്തവരിക? ഒരു യുദ്ധം കഴിഞ്ഞിരുന്നു, എല്ലാ യുദ്ധത്തിലും വലിയ സ്വത്ത് യോദ്ധാക്കൾക്കിടയിൽ തുല്യമായി വിഭജിക്കും, വല്ലവർക്കും അവകാശപ്പെട്ടത്. പക്ഷെ ഒരു യുദ്ധമൊന്നുമില്ലാതെ തന്നെ വലിയ സ്വത്ത് കിട്ടിയപ്പോൾ നബി തീരുമാനിച്ചു ഇത് മുഹാജിർക്ക് കൊടുക്കാം. അവർക്ക് സ്വന്തമായി വരെയൊന്നുമില്ലല്ലോ, വേറെ നാട്ടിൽ നിന്ന് വന്നല്ലോ. അപ്പൊ നബി അങ്ങനെ തീരുമാനിച്ചു, അങ്ങനെ കൊടുക്കും. ആ കൊടുത്തിയെ പറ്റി അൻസാറുകളുടെ മനസ്സിനെ പറ്റി കൂടാൻ പറയാം. മനസ്സറിയുന്നത് സ്വതവേ എല്ലാവരും പറയും നമ്മളൊക്കെ പങ്കെടുത്തില്ല, അമ്മ കിട്ടണ്ടേ എന്ന് പറഞ്ഞൂടെ? എല്ലാവർക്കും ആവശ്യപ്പെട്ടല്ലേ? പക്ഷെ അള്ളാഹ് പറയാം, വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത്തൻ മിമ്മാ ഊതു. അൻസാറുകൾ മുഹാജിറുകൾക്ക് നബി പ്രത്യേകമായി കൊടുത്തതിൽ അൻസാറുടെ മനസ്സിൽ ഒരു പരാതിയില്ല, മനസ്സിലില്ല, മനസ്സറിയണം എന്താ പറയാം. അപ്പൊ അവരെന്നെ അവർക്ക് തന്നെയല്ലേ കൊടുക്കേണ്ടത്, അവർ സ്വന്തം വീടില്ലാത്തവരല്ലേ എന്ന് ചിന്തിക്കണം അവർ. അവർക്ക് അത്യാവശ്യമുണ്ടെങ്കിൽ അവർ മറ്റുള്ളവർക്ക് തിരഞ്ഞെടുക്കുന്നവരാണ് അൻസാർ. അങ്ങനെയുള്ള ലോകം കണ്ട മഹാ അത്ഭുതങ്ങളായ അൻസാറുകളെ മക്കയിലെ മുശ്രിക്കുകൾക്ക് പകരമായി അവർ കൊടുത്തു. ഇത് ദുനിയാവ് അള്ളാഹ്ക്ക് വേണ്ടി ഒരു കാര്യം നാട് ഒഴിവാക്കിയപ്പോൾ നല്ലൊരു നാടിന് നല്ലൊരു ജനങ്ങളെ കൊടുത്തു. എന്നാൽ പിന്നെ ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട മക്ക അവരേക്ക് അവർ തിരിച്ചു കൊണ്ടുവന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കീഴിൽ അവരെ ആക്കിയില്ലേ. അപ്പൊ ഈ രൂപത്തിൽ നമുക്ക് കുറെ കാണാം. ഏത് അമ്പിയാക്കളുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ റബ്ബിന് വേണ്ടി ഒരു തിന്മ ഒഴിവാക്കും. ആ നെയ്യത്തോടുകൂടി ഇത് എൻ്റെ റബ്ബ് വിലക്കിയതാണ്. ഒന്നുകിൽ അങ്ങനെ ഇത് ഞാൻ ഒഴിവാക്കി എനിക്ക് വേറെ ഇതിനേക്കാൾ നല്ലത് റബ്ബ് തരും. അതൊരു കാര്യം. ഓരോരുത്തർ ആലോചിച്ചാൽ മതി. ചില തിന്മനോട് താല്പര്യം ഉണ്ടാവില്ല, ഒരു ചെയ്യൂല, അങ്ങനെ ഉണ്ടാവില്ല. ചില തിന്മനോട് താല്പര്യം ഉണ്ടാകുമ്പോൾ അത് ഒഴിവാക്കി. അപ്പം മനസ്സിൽ വരണം ഇത് ഞാൻ ഒഴിവാക്കിയത് എനിക്ക് എത്രയോ നല്ലത് പകരം എനിക്ക് കിട്ടും. ചിലപ്പോൾ ഇവിടെ തന്നെ കിട്ടിയെന്നാലും ചിലപ്പോൾ പരലോകത്തിന് എന്തായാലും കിട്ടും. അതിൻ്റെ ഒരു ഉദാഹരണം പോകുന്നു. യൂസുഫ് നബിന്റെ പറയാം 13-14 സാഹചര്യം ഒത്തിട്ടുണ്ട് വ്യഭിചാരം എന്ന തിന്മ ചെയ്യാൻ.
അദ്ദേഹത്തിന് ഒരു സാഹചര്യമൊന്നുമല്ല, 13 സാഹചര്യം ഇമാം വേണ്ടി പറയണം. ഇവരിൽ കൈ അദ്ദേഹം വിദേശിയാണ്, സ്വന്തം നാട്ടിലാകുമ്പോൾ ആൾക്കാർ കാണുന്ന പേടിയുണ്ടാവും, അതില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. യൂസുഫ് നബിയെ പറ്റി ഞാൻ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് കൂടിയാണ് പറയാം. പെട്ടെന്ന് ഒന്ന് അദ്ദേഹം ഒരു യുവാവാണ് എന്ന് പറഞ്ഞു. അത് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ മനുഷ്യന് താല്പര്യം ഉണ്ടാകുന്ന ഒരു വിഷയമാണ് യുവാക്കൾ എന്ന് പറയുന്നത്. മറ്റൊന്ന് അദ്ദേഹം അസ്ബാണ്, ഒരു അവിവാഹിതനാണ്. പിന്നെ യൂസുഫ് നബി, അതൊരു വിഷയം. പിന്നെ ഇന്നവുക്കാന വലിയ അദ്ദേഹം വിദേശിയാണ്, അത് വേറെ വിഷയം. പിന്നെ അദ്ദേഹം ഒരു അടിമയെ പോലെയാണ് ജീവിക്കുന്നത്, അത് വേറെ. പിന്നെ ഈ തിന്മക്ക് ക്ഷണിക്കുന്ന സ്ത്രീയെ പറ്റി പറഞ്ഞ് കാനത്ത് ജമീല, അവർ ഭംഗിയുള്ളവളാണ്. പിന്നെ ആര് പറഞ്ഞ ആ സ്ത്രീ ധാത്തു മനസ്സിൽ നല്ല സ്ഥാനമുള്ള ആളാണ് നാട്ടിൽ. പിന്നെ അല്ലാഹ സയ്യിദത്ത്, വേറെ സാഹചര്യം പറഞ്ഞ ആ സ്ത്രീ സുലേഖ എന്ന് പറഞ്ഞ സ്ത്രീ യൂസുഫ് നബിന്റെ ഒരു യജമാനത്തി എന്ന് പറയും, ആ വീട്ടിലാണ് താമസം. പിന്നെ അന്നാഹത്ത് തഹയ്യത്തിൽ, അവളെ തന്നെ ഒരുങ്ങി പിന്നെ നിൽക്കുകയാണ്. വേറെ നല്ല ആഗ്രഹത്തില്ല. അപ്പോൾ അവള് വാതിലടച്ച് യൂസുഫ് നബിനെയും കൂട്ടിയിട്ട്. മറ്റൊന്ന് അന്ന ഹയ്യല്ലത്തി ദഅത്തു ഇലാ നഫ്സി, അവളാണ് ഇങ്ങനെ ക്ഷണിക്കുന്നത്, അവൾ തന്നെയാണ് ക്ഷണിക്കുന്നത് ഈ തിന്മക്ക്. പിന്നെ അവള് ഭീഷണിപ്പെടുത്തുകയാണ്. ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് കേട്ടിട്ടില്ലെങ്കിൽ ജയിലാണ്. പിന്നെ ആ നാട്ടിലെ സ്ത്രീകളും അതിന് സൈഡ് നിന്ന് കൊടുക്കുന്നതാണ്. ആദ്യം അദ്ദേഹത്തിൻ്റെ കുപ്പായം കയറി സംഭവം കുറാൻ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും അറിഞ്ഞു ഈ സ്ത്രീക്ക് ഇങ്ങനെ അവിടെ ഇട്ട തെറ്റ്. അപ്പോൾ എല്ലാവരും ആക്ഷേപിച്ചപ്പോൾ അവർ ഒരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വിരുന്ന് നിലക്ക് വരെ വിളിച്ചു. എന്നിട്ട് അവരെ കയ്യിൽ കത്തി കൊടുത്തു, പഴങ്ങളും കൊടുത്തു. എന്നിട്ട് യൂസുഫ് നബിനെ അതിലൂടെ കടന്നു പോകാൻ പറഞ്ഞു. ഇപ്പം കണ്ടവർ അത്ഭുതപ്പെട്ടു. അവർ പറഞ്ഞു മഹാദ ബഷറ, ഇത് മനുഷ്യനല്ല, ഇന്നാദ എല്ലാ മലക്കും കരീം, ഇതൊരു മലക്കാണ് എന്നൊക്കെ യൂസുഫ് നബിനെ പറ്റി പറഞ്ഞല്ല. അവരെ സൗന്ദര്യം കണ്ടിട്ട് അത്ഭുതപ്പെട്ടതായിരുന്നു. അവർ കയ്യിൽ പിന്നെ മുറിച്ചു പറഞ്ഞു. അപ്പം ഇങ്ങനെ വന്നപ്പോൾ ആ സ്ത്രീകൾക്കൊന്നും ഇത്ര സുന്ദരനായ ഒരാളെ ആരും വശീകരിക്കാൻ ശ്രമിച്ചു പോകും. അതുകൊണ്ട് പിന്നെ അവരും പ്രേരിപ്പിക്കുകയാണ്, എന്താണ് യജമാനത്തി പറയുന്നത് കേട്ടൂടെ. അപ്പം അവർക്കൊരു ധൈര്യമായി. അത് പെണ്ണ് പറയാണ് ലൈലം എഫ്അൽമ ആമോഹു, ഞാൻ പറയുന്ന യൂസുഫ് കേട്ടിട്ടില്ലെങ്കിൽ ലൈസ് ജനൻ, അവനെ ജയിലടക്കുക തന്നെ ചെയ്യും. ഒരേക്കൂന മിനസ്സാഹി, നിന്യന്മാരുടെ കൂട്ടത്തിൽ വേണം. അങ്ങനെ ജയിലിൽ മിക്കവാറും ആചാര്യ ആൾക്കാരുണ്ട്, ഓല ഇടയിൽ കഴിയേണ്ടി വരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന പറയാൻ കാല റബ്ബി സിജ്നു ഹബീബില്, അള്ളാഹു എനിക്ക് ഇഷ്ടം ജയിലാണ്. അവിടെ സുന്ദരമായ ജീവിതം നയിക്കണം, പക്ഷെ അതാണ് അദ്ദേഹം ജയിലായിട്ട്. പിന്നെ യഥാർത്ഥ ജയിലിലേക്ക് എന്നെ വിടണം, അതാ പറഞ്ഞു. അല്ലെങ്കിൽ അസുഖമില്ല, ഞാനും അതിലേക്ക് ചാഞ്ഞു പോകും, ഇത്ര കാലം പിടിച്ചിരിക്കാൻ പറ്റുക, എന്നെ ഇവിടുന്ന് ഒഴിവാക്കണം. അപ്പൊ റബ്ബിന് വേണ്ടി ഈ ഒരു തിന്മ ഒഴിവാക്കുകയാണ് അവിടെ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ആലോചിക്കുകയാണ്, ഒറ്റ ആയത്ത് മാത്രം പറയുള്ളൂ, വകദാലിക മക്കന്നാലി യൂസുഫ ഫിൽ അർള്, അപ്രകാരം യൂസുഫിന് നമ്മൾ ഭൂമിയിൽ സ്വാധീനം നൽകി. പിന്നെ ജയിലിൽ നിന്നൊക്കെ വന്നു ആ നാട്ടിൽ നല്ല സ്വാധീനമുള്ളൊരു മന്ത്രിയാണ്. രാജാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മന്ത്രിയായി മാറുകയാണ്. യതബവ്വഉ മിന്ന ഹൈസു യശാ, അദ്ദേഹത്തിന് ഉദ്ദേശിച്ചതൊക്കെ നടപ്പിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ വേണ്ട അദ്ദേഹം പറഞ്ഞ. അപ്പം അദ്ദേഹം ഭക്ഷ്യമന്ത്രിയാണെങ്കിലും വേറുള്ള കാര്യത്തിലൊക്കെ ഇടപെടാൻ പറ്റും, നല്ല സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെയല്ല ഇതിന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ദുനിയാവിൽ തന്നെ അള്ളാഹ് പകരം കൊടുത്തു, ദുനിയാവിൽ തന്നെ പകരം കൊടുത്തു. അങ്ങനെ കുറേ ഉദാഹരണം ഈ സുലൈമാൻ അലൈഹി സ്വലാമിനെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം നല്ല ജിഹാദ് ഇഷ്ടപ്പെടുന്നതാണ്. അദ്ദേഹത്തിന് ഒരുപാട് കുതിരകൾ, അതിന്റെ പ്രദർശനങ്ങൾ നടത്തി. ഖുർആൻ സൂറത്ത് സ്വാദ് എടുത്താക്കണം, സ്വാദിൽ പറയുന്നുണ്ട്. അപ്പൊ കുറെ അതിന്റെ പ്രദർശനം കാര്യം വയസ്സറിന്റെ സമയം തെറ്റി. അതിന് അദ്ദേഹത്തിന് പേടി. അവസാനമായിട്ട് അർത്ഥങ്ങൾ ഇത് വേണ്ട, അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവാക്കിയപ്പോഴാണ്. അതിന് ശേഷമാണ് പിന്നെ കാറ്റ് കീഴ്പ്പെടുത്തി കൊടുത്തിയ കാര്യം പറയുന്നത്. ഉദുവ ഷെർ പുറവാവുക ഷെർ എന്നല്ല. മറ്റു വാഹനങ്ങൾ ഉപയോഗിച്ചൊരു മാസം പോകേണ്ടത് അദ്ദേഹത്തിന് രാവിലെ കാറ്റ് കൊണ്ട് ഉപയോഗിച്ചാൽ എവിടുക്കാ പോകേണ്ടത് അതിനനുസരിച്ച് കാറ്റ് കൊണ്ടുപോകും. അല്ല കാറ്റടിക്കുന്നിടത്തേക്ക് പോകല്ല, വൈകുന്നേരം അങ്ങനെ. അപ്പം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഈ വിഷയത്തിൽ പിന്നെ പറയുന്നത് കാണുന്നത്. അപ്പം ഏതായാലും ശരി, നമുക്ക് അങ്ങനെ ഒഴിവാക്കാനുള്ള കുറേ തിന്മകളുണ്ട്. നമ്മൾ ആലോചിക്കാം. ഒരു റാമായ കാര്യം കാണാൻ തോന്നുമ്പോൾ ഉടനെ മനസ്സിൽ വരണം
അദ്ദേഹം കാണാതിരുന്നാൽ, അത് റബ്ബിന് വേണ്ടി കാണാതിരുന്നാൽ എനിക്കതിന് പകരം നല്ലത് കിട്ടും. നല്ലത് കിട്ടും, ഉറപ്പാണ്. നമുക്ക് ഓരോരുത്തരുടെ അസൂയ തോന്നുന്നു. പ്രധാനം പറയാം, അസൂയ തോന്നിയാൽ തരും. ഇത് നമ്മൾ ഒഴിവാക്കി നമുക്ക് എന്നും പ്രശ്നമാണ്. അത് വേറെ കാര്യം. ഇത് ഒഴിവാക്കി ഒരുപാട് ഗുണം. നേരെ കുറച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട തിരിഞ്ഞ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലോ ഇത് വേറെ ആരും അറിയോ, പിന്നെ ഓനെ മരിക്കണ വരെ സ്വസ്ഥത ഉണ്ടാവില്ല. പിന്നെ ടെൻഷനും കാര്യം. ശരിക്കും നമ്മുടെ സ്വസ്ഥത നമ്മൾ കളയാറില്ല. ഒരു സമൂഹത്തിൽ നല്ലൊരു പേര് അറിയപ്പെടുന്നൊരു വ്യക്തി അതോടുകൂടി മുകളിൽ നിന്ന് താഴേക്ക് വീണുപോയി. പിന്നെ അവൻ്റെ അവസ്ഥ എന്താണ്? ഒറ്റ നിമിഷം കൊണ്ട് മതി നമ്മുടെതൊക്കെ നഷ്ടപ്പെടാൻ. നേരെ അത് ഒഴിവാക്കിയാൽ അവിടെ കയറിലേക്ക് കൊണ്ടു. അസൂയെ പറ്റി പറഞ്ഞു. അസൂയ മനുഷ്യന് എന്നും അസ്വസ്ഥത. കാരണം വേറൊരുത്തന്നെ കാണുമ്പോൾ അവനെ ഇടങ്ങേറും, അവന് സുഖമല്ല. തന്നെ എല്ലാവർക്കും ഉണ്ടായിക്കോട്ടെ, എല്ലാവർക്കും ഉണ്ടായാലും മൊത്തത്തിൽ ഗുണമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രയും മനുഷ്യന് സമാധാനം ഉണ്ടാകും. അത് ഒഴിവാക്കിയിട്ടോ ശരിക്ക് എനിക്കുണ്ടാകണം മറ്റവർക്കുണ്ടാകണമെന്ന് വിചാരിക്കണം. അപ്പോഴേ മോവിനാവുള്ളൂ എന്നാണ്. എനിക്കെന്തൊക്കെ ഉണ്ടാകണം ഞാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ മറ്റവർക്കും ഉണ്ടാകണം, എല്ലാവർക്കും ഉണ്ടാകണം. അങ്ങനെ മനസ്സ് വിശാലമാക്കും. അവിടെയൊക്കെ സ്വസ്ഥമായ ജീവിതം വളരെ പ്രധാനമല്ലേ. ഈ ലോകം മുഴുവൻ കിട്ടിയിട്ടെത്താൻ മനസ്സിന് സുഖമില്ലെങ്കിൽ അതിന് സമാനമായ വേറൊന്നുണ്ടാവില്ലല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ എന്തൊരു നല്ല ജീവിതമായിരിക്കും. ഹയാത്തും തെയ്യുമെന്ന് പറയാൻ പറഞ്ഞില്ല, നല്ല ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹിജറയെ പറ്റി പറഞ്ഞു. ഹിജറ എന്ന് പറഞ്ഞാൽ അള്ള വിലക്കിയത് ഒഴിവാക്കലാണ്. അത് നിലനിൽക്കുന്ന ഹിജറ എന്ന് പറഞ്ഞാൽ മൻ ഹജറ മാൻ അഹംവാൻ, അള്ള വിലക്കിയത് ഒഴിവാക്കുക. ഇതിനുള്ള തൗഫീഖ് അള്ളാഹ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മളിപ്പോഴും പ്രാർത്ഥിക്കണേ, റബ്ബിൻ്റെ തൗഫീഖ് കൂടി വേണേ. എല്ലാത്തിനും റബ്ബിൻ്റെ തൗഫീഖ് വേണം. അങ്ങനെയാണ് ഒരു പ്രാർത്ഥനയല്ല. ലാത്തക്കിൽ നീലാനഫ്സി തുറപ്പത്തായി പ്രാർത്ഥിക്കണം. എന്താ? യാ ഹയ്യു യാ ഖയ്യൂം. റബ്ബിൻ്റെ രണ്ട് നാമങ്ങൾ വെച്ച്, റബ്ബിൻ്റെ നാമങ്ങൾ വെച്ച് പ്രാർത്ഥിക്കണം, നല്ല വിലയാണ്. പിന്നെ റബ്ബിൻ്റെ ഒരു വിശേഷണം വെച്ചു. ഒന്ന് യാ ഹയ്യു, റബ്ബിൻ്റെ പേര്. യാ ഖയ്യൂം. പിന്നെ ബിറഹ്മത്തിക അസ്തഗീസ്, റഹ്മത്ത് അല്ലാഹുവിൻ്റെ സിഫത്താണ്. ഒക്കെ വെച്ചിട്ട് പ്രാർത്ഥിക്കണം. അസ്ലിഹി ശരീക്കുല, എൻ്റെ എല്ലാ കാര്യവും നീ ശരിയാക്കി തരണം. എന്നിട്ടോ വലാത്തക്കിൽ നീലാ നഫ്സി തുറപ്പത്താൻ, ഒരു കണ്ണിന് പൊട്ടുന്ന സമയം പോലും എന്നിലേക്ക് ഏൽപ്പിക്കണം, ഒക്കെ നീ ഏറ്റെടുക്കണം. അപ്പോൾ ഈ തൗഫീഖിന് വേണ്ടിയുള്ള പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥിക്കും. നമ്മുടെ രാവിലത്തെയും വൈകുന്നേരത്തേക്ക് ദിക്റുകളും മറ്റൊക്കെ പതിവാക്കിയുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വലിയ ഗുണം കിട്ടും. ഇതായാലും ഇതിൻ്റെ 1-2 പാഠങ്ങൾ കൂടി അടുത്ത ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, അടുത്ത ക്ലാസ് അടുത്ത ഹദീസിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അള്ളാഹു ഏറ്റവും അവന് ഇഷ്ടപ്പെട്ട നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ സ്വർഗത്തിൽ കഴിയാൻ ഭാഗ്യം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഹുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദ് സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.